എല്ലാവരോടും ഉള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് തന്നെ നമ്മളോട് ഇന്ന് രാത്രികാലം ഇടപെടുമാറാകട്ടെ, സംസാരിക്കട്ടെ. അല്ലെങ്കിൽ എനിക്കറിയാം ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന 22ാമത്തെ ദിവസത്തിലാണ്. നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടെ ആയിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഞാനും ഇന്ന് രാവിലെ സമയവും ദൈവസന്നിധിയിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആയിരിക്കുന്നതെന്ന് നിങ്ങളിൽ കൂടെ ദൈവാത്മാവ് സംസാരിക്കുന്ന വചനം അത് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ വരുത്തുവാൻ ഈ വചനത്തിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന വചനം എന്ന് പറയുന്നതും നമ്മളെ ഒരുക്കുന്ന ഒരു വചനമാണ്. ദേവദാസൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മള് എപ്പോഴും ഉപവാസ പ്രാർത്ഥനകൾക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്നും പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു മറുപടിയാണ്, അല്ലെ? എല്ലാവരും ഇരിക്കുന്ന പല വിഷയങ്ങളുടെ മുഖത്താണ്, അല്ലെങ്കിൽ ആ വിഷയങ്ങളുടെ ഒരു മറുപടി വേണം. അതാണ് നമ്മുടെ കാത്തിരിപ്പ്. ഉപവാസ പ്രാർത്ഥന തീരുന്നതിനിപ്പുറം ഇന്നത്തെ ദിവസം, നാളെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. നാളെ എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും, ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും. അത് സത്യമാണ്, ഞാനത് വിശ്വസിക്കുന്നു. ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരികയില്ല. എന്നാൽ പലപ്പോഴും അത് പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്ന ചില മേഖലകളുണ്ട്. അതാണ് നമ്മൾ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് നൽകി തന്ന ദൂത് അങ്ങനത്തെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ അത് പറയുകയാണ്. ആകയാൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥന നൽകിയിരിക്കുന്ന വചനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ദയവായി ആദ്യമേ പറയുകയാണ്, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ വചനത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ? ഈ വചനം എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടണം. ഞാൻ വെറും ഒരു മെസ്സഞ്ചർ മാത്രമാണ്. ദൈവാത്മാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നോട് ആർക്കും പരിഭവം ഒന്നും തോന്നരുത്. ദൈവാത്മാവ് പറഞ്ഞത് ഞാൻ തുറന്ന് ദൈവസന്നിധിയിൽ ഒന്നും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ശോധന ചെയ്യുക. തൊട്ടപ്പുറം ഇരിക്കുന്ന ഭർത്താവിനെയോ ഭാര്യയോ അമ്മായിമ്മയോ ആരെയും നിങ്ങൾ നോക്കരുത്. എന്റെ ജീവിതത്തിൽ ആ കുറവുണ്ടോ എന്ന് നോക്കുക. നമ്മളിൽ ഒരു എന്താ പറയുക, ഒരു ക്ലീനിങ് ഇന്ന് രാത്രികാലം നടക്കണം. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ കർത്താവ് പറയുക, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഞാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആകയാൽ അതിനാധാരമായി നമുക്കൊരു വചനം വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എഫേസ്യർ 5:14. അതിങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഒന്നുകൂടെ ഞാൻ അതൊന്ന് വായിക്കുകയാ. എഫേസ്യർ 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഈ വചനം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ ദൂതിന്റെ ഒരു തുടക്കം എന്തായിരിക്കും. ഞാൻ ഈ വചനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഈ ദൂത നൽകി തന്നത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറ്റിയൊരു മെസ്സേജ് ആണോ എന്ന് മാനുഷികമായി ഞാൻ ചിന്തിച്ചെങ്കിലും കർത്താവ് എന്നോട് പറഞ്ഞത് ഉറങ്ങുന്ന ചിലരെ ഒന്ന് ഉണർത്താനാ കർത്താവ് എന്നോട് പറഞ്ഞത്. ഉപവാസ പ്രാർത്ഥനയിൽ സൂം തുറന്ന് നമ്മൾ ഇരിക്കുന്നുണ്ടാവും, അല്ലെ? ചിലരിതൊരു പതിവാക്കി എടുത്തേക്കുക, അല്ലെ? പതിവാ. കാരണം എല്ലാ ദിവസവും മീറ്റിങ്ങിന് കയറണം, അതുകൊണ്ട് നമ്മൾ കയറിയിരിക്കും, ഓണാക്കും, പാട്ട് പാടുമ്പോൾ കൈയടിക്കുന്നുണ്ട്, പ്രസംഗിക്കുമ്പോൾ സ്തോത്രം പറയുന്നുണ്ടാവും, ചിലപ്പോൾ വീഡിയോ ഒക്കെ ഓണാക്കി ആയിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന ഇതൊരു പതിവായി വരുന്ന ചില സാഹചര്യങ്ങൾ കാണും. എന്നാൽ കർത്താവ് പറയാ, ചിലരെന്നും ഉറങ്ങിക്കൊണ്ടിരിക്കും, ഉറക്കത്തിനകത്താ. കാരണം അവര് പോലും അറിയുന്നില്ല അവർ ഉറങ്ങുമാണെന്ന്. കാരണം എന്താ, ചിലര് ഉറക്കം നടിക്കുന്നവരെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പാടാന്ന് പറയാം. സത്യമായ കാര്യം. കാരണം ഇന്ന് ആത്മീക കോളത്തിൽ ഏറ്റവും ശതമാനം ആൾക്കാർ ഉറങ്ങുന്നവരായി തീർന്നേക്കുക. കാരണം എല്ലാവരുടെയും കൂടെ അവരിയ്ക്കുന്നുണ്ടെങ്കിലും അവരുടെ പുറമേ നോക്കുമ്പോൾ അവർ കണ്ണു തുറന്നായിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ ആത്മീക മനുഷ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങി. കാരണം എന്താണെന്നറിയോ, അവരിലേക്ക് അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവരുടെ നോട്ടം എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. എന്നാൽ ഇന്ന് ഈ രാത്രി ഞാൻ ഈ വചനം പരിശുദ്ധാത്മാ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇന്ന് വചനം അത് ഞാൻ പരിശുദ്ധാത്മാവ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തെ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ശോധന ചെയ്തിട്ട് നോക്കാം. ഞാൻ ഉണർന്നാണോ ഇരിക്കുന്നത്? ഈ വചനം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഉറക്കത്തെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായാലും ഈ ഉറക്കം വലിയൊരു ദോഷത്തിലേക്കാണ് നമ്മളെ നയിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ, കർത്താവ് വന്നാല് നിങ്ങൾ അറിയത്തില്ല. മനസ്സിലായോ? കർത്താവ് വരുമ്പോ ഉറങ്ങിപ്പോയവർക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഉണർന്ന് ഒരുങ്ങിയല്ല ഇരിക്കുന്നത്. ഞാൻ ഈ വചനം ഇന്ന് ഞാൻ വായിച്ചപ്പോഴും ഞാൻ ഇതിന് ചുറ്റും കർത്താവ് എനിക്ക് ആലോചനകൾ നൽകി തന്നപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തു. കർത്താവ്, എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഉറക്കത്തിന്റെ അവസ്ഥയുണ്ടോ?
ഞാൻ കുറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് പോയിന്റ് ആയിട്ട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ആ ഓരോ പോയിന്റ് വായിച്ചപ്പോഴും എന്റെ ജീവിതത്തെ എനിക്കൊന്ന് പുനഃപ്രതിഷ്ഠിക്കാൻ, എന്റെ കുറവുകൾ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റി. ആകെ അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഇന്ന് ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ കർത്താവ് പറയാ, നിങ്ങളുടെ മേൽ ക്രിസ്തു പ്രകാശിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ ഉപവാസത്തിനും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണെന്ന് പറയുക, കർത്താവ് എന്റെ ഈ വിഷയത്തിന്റെ മേൽ അങ്ങൊന്ന് പ്രകാശിക്കണം, അങ്ങയുടെ കരം ഒന്ന് നീട്ടണം, ഈ വിഷയത്തിന്മേൽ മറുപടി തരാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. അല്ലെ? സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിവാഹമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോളട്ടെ. ഞാൻ ഇപ്പൊ എല്ലാ പ്രസംഗത്തിലും ഈ ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ മക്കളുടെ വിവാഹം നടന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കടഭാരം മാറി, സന്തോഷം അല്ലെ? ചിലരാണെങ്കിൽ തലമുറയ്ക്ക് ചിലപ്പോൾ വീസ കിട്ടാൻ വേണ്ടി ആയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയ്ക്കോ UK-ക്കോ USA-ക്കോ എവിടെയെങ്കിലും ഒക്കെ ഒരു വീസ റെഡിയാവും, ജോലി ശരിയാവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും. ഈ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തരും. ഒരിക്കലും ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല. കാരണം ഞാനും ഒരിക്കലും ഈ വിഷയത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയം അവരവർക്ക് അത് വലുതാ. ഒരിക്കലും അതിനെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല. അമ്മയപ്പന്മാർക്ക് തങ്ങളുടെ മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ആവലാതി അത് സത്യമായ കാര്യമാ. ഒരിക്കലും ഞാൻ പറഞ്ഞ ഒരിക്കലും തുച്ഛീകരിച്ച് കാണുന്നില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. എന്നാൽ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ എന്റെ പ്രാർത്ഥനാ ശൈലി ഞാൻ മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എന്ത് വലിയ വിഷയം വന്നാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ വരവിന് തടസ്സമായത്, അങ്ങയുടെ വരവിന് ഞാൻ എടുക്കപ്പെടാൻ തടസ്സമായ ഒരു ആൻസർ ആണെങ്കിൽ എനിക്കത് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഞാനിത് പറയുമ്പോൾ ഞാൻ വിശദീകരിച്ച് പറയാം. ചില അമ്മമാർ എന്നെ വിളിച്ച് പറയും, മോളെ എന്റെ മോന് അല്ലെങ്കിൽ മോക്ക് UK-യിലേക്ക് അല്ലെങ്കിൽ കാനഡയിലേക്ക് ഒരു വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. പ്രാർത്ഥിക്കും. ദൈവം ചിലപ്പോൾ അവർക്ക് വഴികളെ തുറന്നിട്ടുണ്ട്, ചിലപ്പോഴും നല്ല തുറന്നിട്ടുണ്ട്, മിക്കവർക്കും ദൈവം വഴികളെ തുറന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് കിട്ടുന്ന പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയോ? അതേ മാതാവിൽ നിന്ന്, ഈ വിളിച്ചു പറഞ്ഞ അതേ മാതാവിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥനാ വിഷയം ഇതാ, മോളെ കൊച്ചു ആത്മീകത്തിൽ നിന്ന് ഒത്തിരി പുറകോട്ട് പോയി, ഇപ്പൊ പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നില്ല, ഇപ്പൊ വചനധ്യാനമില്ല, കൊച്ചിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ? മനസ്സിലായോ? ഇപ്പൊ ഞാൻ ആന്റിമാരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൊച്ചിന് കാനഡയിൽ പോകാൻ വേണ്ടി ആന്റി എങ്ങനെയാ പ്രാർത്ഥിച്ചേ? മോളെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, 40 ഇരുന്നു, 21 ഇരുന്നു, 3 ഇരുന്നു. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കും, കുഞ്ഞിന്റെ മാനസാന്തരത്തിന് വേണ്ടി ആന്റി എത്ര ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു? മോളെ അത് ഞാൻ അങ്ങനെ ഉപവസിച്ചൊന്നുമില്ല, ഞാൻ അങ്ങ് എല്ലാ പ്രാർത്ഥനകൾക്കും ഒക്കെ അങ്ങ് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ മതി. മക്കളുടെ കല്യാണം നടക്കാനും UK വിസ കിട്ടാനും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മാതാക്കളെ മാനസാന്തരത്തിന് വേണ്ടി പിന്നെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അവിടെയാണ് ആത്മാർത്ഥത വരേണ്ടത്. കാരണം ഞാൻ ചോദിക്കട്ടെ, UK കൊച്ചെത്തി, കാനഡയിൽ കുഞ്ഞെത്തി, കർത്താവ് വരവിൽ കർത്താവിന്റെ കൂടെ മധ്യാകാശത്ത് എത്തിയില്ലെങ്കിൽ അതാണോ ഭീകരത? UK പോയില്ലെങ്കിലും കേരളത്തിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ തലമുറ മാനസാന്തരപ്പെട്ട് ഭയഭക്തിയോടും ദൈവിക ഭയത്തോടും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്വത്ത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്. പലർക്കും അതറിയത്തില്ല. കാരണം ഇന്ന് ആത്മീക ഗോളത്തിന്റെ കണ്ണിനെ പിശാച് കുരുടാക്കി. ഇന്ന് ആത്മീക അനുഗ്രഹങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പറയുന്നത് തലമുറകൾ വിദേശത്തെത്തിയത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ആദ്യം പറയുന്നത്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്താ? ഞാൻ പുതിയതായിട്ട് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് എന്റെ തലമുറകളെ ദൈവം മാനിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ മാനിച്ചു? എന്റെ മോള് UK-യില്, മോന് USA-യില്, അടുത്ത ആള് കാനഡയില്. മനസ്സിലാവുന്നല്ലോ? 6 ഡിജിറ്റ് സാലറി ഉണ്ട്. ഇതാണോ മാന്യത? ഞാൻ ചോദിക്കട്ടെ, ജാതികളായവർക്കും ആ മാന്യത ഉണ്ടല്ലോ, ഇല്ലേ? അതല്ല. എന്നാൽ ഞാൻ ചില മാതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മക്കൾ എല്ലാവരും കർത്താവിന്റെ വേലയിലാണ്, അവർ കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുന്നു, അവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു. ഒരു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പാസ്റ്ററോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ആ ദേവദാസന്റെ ഒരു വാക്ക്. ദേവദാസനോട് ഞാൻ ചോദിച്ചു, മക്കൾ എന്ത് ചെയ്യും? മോളെ, മക്കള് രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ജോലി വിട്ട് ഇറങ്ങിയേക്കുക. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങള്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡില് സുശേഷ വേലയ്ക്ക് വേണ്ടി പോയേക്കുക. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം മോളെ. എന്തുവാ? കർത്താവിന്റെ നാമത്തിൽ വേണ്ടി ഇന്ന് അവരവിടെ കഷ്ടം അനുഭവിക്കുക. ഞാൻ ആ ദേവദാസന്റെ മുഖത്തേക്ക് സങ്കടമില്ല,
ഞാൻ മുഖത്തേക്ക് നോക്ക്, വീണ്ടും ഞാൻ നോക്ക്, പാസ്റ്റർ എന്താ പറഞ്ഞെന്ന് ഒന്നുകൂടെ ചോദിച്ചാൽ പറയാ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവർ ആ നാട്ടിൽ കഷ്ടം അനുഭവിക്കുക മോളെ. അപ്പൊ ഞാൻ ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ പറയാൻ പറ്റുന്നു ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ അങ്കിള് പറഞ്ഞൊരു കാര്യം, മോളെ ഇവിടെ കഷ്ടം അനുഭവിച്ചാൽ എന്റെ തലമുറയ്ക്ക് നിത്യത ചെല്ലുമ്പോ പ്രതിഫലം ഉണ്ടല്ലോ, ഇവിടെ കുറെ കിട്ടിയിട്ട് എന്തോത്തിനാന്ന് എന്റെ കണ്ണ് തുറപ്പിച്ചൊരു വാക്കായിരുന്നത്. എത്ര പേര് പൗലോസിനെ പോലെ പറയാൻ കഴിയും, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് അതൊന്നും നമുക്ക് വിലയുള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഉറങ്ങുന്നതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. ഉറക്കത്തിലായിരിക്കുന്നവർക്ക് ഭൂമി കാണുന്ന പലതും വലിപ്പമുള്ളതായിട്ട് തോന്നും, നന്മകൾ വലിപ്പമുള്ളതായിട്ട് തോന്നും. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇവിടെ നിൽക്കാനുള്ളതാ, കാരണം ഇവിടത്തേക്കിനുള്ളതാ കരുതുന്നത്, ഇവിടത്തേക്കിനുള്ളതാ പ്രാർത്ഥനയുടെ ലിസ്റ്റുകളിൽ കൂടുതലുള്ളത്, വീട്, കടം മാറണം, ഇതൊക്കെ. എന്നാൽ കർത്താവ് ചോദിക്കുക, എന്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്തതുണ്ടോ? എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു മെസ്സേജ് ആയിരിക്കില്ല ഇന്ന് തരുന്നത്, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ പറയുക, ഒരു വ്യക്തി ഇന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ കർത്താവ് സന്തോഷിക്കും. ഹല്ലേലൂയ. അവരുടെ തലമുറകൾ ദൈവത്താൽ വിടുവിക്കപ്പെടും, അവരിൽ ക്രിസ്തു പ്രകാശിക്കും. ആ ഒരു വ്യക്തി പ്രകാശിച്ചാൽ ആ ദേശം പ്രകാശിക്കപ്പെടും. ആ വ്യക്തി എവിടെ പോയാലും പ്രകാശം പരത്തും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഈ വചനം പറഞ്ഞൊരു പോയിന്റ് കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് ആത്മീക കോളത്തിൽ അന്ധകാരം കയറിയേക്കാം, എല്ലാവരിലുമല്ല, ഉറങ്ങുന്നവരുടെ ഇടയിൽ അന്ധകാരം കയറിയേക്കാം. അപ്പൊ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയുണ്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് ഉണർത്താനുള്ള മെസ്സേജ് ഒന്നുമില്ല, കൂടുതൽ ഉറക്കുന്ന മെസ്സേജാ. എങ്ങനെയാണെന്നറിയാമോ? ഈ ഉറക്കം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന ഒരു ഉറക്കമല്ല, ഞാൻ പറഞ്ഞു ആത്മീക ഉറക്കമാണ്. ആത്മീക ഉറക്കത്തിന്റെ പ്രത്യേകത, നമുക്ക് ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടമുള്ള സാഹചര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ചർച്ചുകളില് ഫാൻ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ AC ഇല്ലായിരുന്നു. അപ്പൊ ഇച്ചിരി ചൂടൊക്കെ വരുമ്പം ഉറങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ, ഇങ്ങനെ വീശിക്കൊണ്ടൊക്കെ പേപ്പറൊക്കെ ഇട്ട് വീശിക്കൊണ്ടിരിക്കും അല്ലെ, ഉറക്കമില്ല. എന്നാൽ ഇന്ന് നമ്മുടെ സഭകളിൽ എന്തുണ്ട്? AC ഉണ്ട്, അല്ലെങ്കിൽ ഫാൻ ഉണ്ട്, നല്ല ചെയർ ഉണ്ട്. പാസ്റ്റർമാര് പ്രസംഗിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും എല്ലാം നമുക്ക് ഇരുന്ന് ഉറങ്ങാൻ നല്ല ഇഷ്ടമാണ്, നമ്മൾ ഉറങ്ങും. കാരണം അങ്ങനത്തെ സാഹചര്യങ്ങളിലെ ഇന്ന് നമ്മൾ. അപ്പൊ ഇതുപോലെയാ ആത്മീക ഗോളത്തിലും ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ചുറ്റും നമ്മളെ ഉറക്കി കളയുന്ന പലതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ സന്തോഷിപ്പിക്കുന്ന പാട്ടുകൾ. ഞാൻ ഇന്നത്തെ ചില പാട്ടുകളൊക്കെ കേട്ട താരാട്ട് പാട്ട് പോലെ നമുക്ക് തോന്നും അല്ലെ, നമുക്ക് സന്തോഷമുള്ള പാട്ടുകൾ അല്ലെ. നമ്മളെ കുത്തിക്കീറുന്ന പാട്ടുകളൊന്നും നമുക്ക് ഇഷ്ടമല്ല, കുത്തിക്കീറുന്ന മെസ്സേജും നമുക്ക് ഇഷ്ടമല്ല. മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് കർണരസമാറുള്ള മെസ്സേജുകളാണ് ഇഷ്ടം അല്ലെ. നിന്നെ വാലല്ല തലയാക്കും, ഇതാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാ. പക്ഷെ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിയിരിക്കും, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ശേഷിപ്പ് അവിടെയുണ്ട്. അവരെഴുന്നേൽക്കും, അവര് പോകും. ഉറക്കത്തിൽ നിന്ന് പിന്നെ ഉണരുമ്പോൾ സമയം വൈകിപ്പോയി, വാതിൽ അടച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് ഞാൻ പറയും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കാനഡയിലേക്കും UK ഒക്കെ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഞാൻ ഇതേ വചനത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ UK വിസ 4 മണിയായപ്പോ കൈ കിട്ടി, അല്ലെങ്കിൽ കാനഡയിൽ പോണ വിസ കൈ കിട്ടി. 4-5 കർത്താവ് വന്നു പോയി, നിങ്ങളുടെ കൈ വിസ ഉണ്ട്, സന്തോഷിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കി. 50 ലക്ഷം രൂപ കടവാ, 50 ലക്ഷം രൂപ കൈ കിട്ടി, ബാങ്കിൽ കൊണ്ട് അടച്ചു. ആ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, മനസ്സിനൊരു സന്തോഷം അല്ലെ, ഒരു സംതൃപ്തി. ഇത്രയും നാളും പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടി. തലമുറ കാനഡയിലോ UK US പോകാൻ ആഗ്രഹിച്ചു, എയർപോർട്ടിൽ കൊണ്ട് വിട്ടു, ഫ്ലൈറ്റ് പൊങ്ങി, മെസ്സേജ് വന്ന്, അമ്മ ഞാൻ പോവാ, ഇനി ദൈവം അനുവദിച്ച പിന്നെ കാണാന്നൊരു മെസ്സേജ് ഒക്കെ കിട്ടി. കാറയിലോട്ട് വന്ന് തിരിച്ചു വരുമ്പോൾ മോൻ പോയ സങ്കടം ഉണ്ടെങ്കിലും ഉള്ളിലൊരു സംതൃപ്തി. ഇനി മറ്റുള്ളവർ പോയി പറയാം, എന്റെ കൊച്ച് UK പറയാം, കാനഡയിലാന്ന് പറയാം. പോകുന്ന വഴിക്ക് അമ്മച്ചി കർത്താവ് വന്ന് നിങ്ങൾ പോയില്ല, മോനും പോയില്ലെങ്കിൽ ആ വേദന എത്രത്തോളം വലുതാന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നിപ്പൊ ഇരുന്ന് ഈ മീറ്റിംഗിൽ ഇരുന്ന് ഒന്ന് ചിന്തിക്കണം. മനസ്സിലായോ? പലപ്പോഴും നമുക്ക് പ്രാർത്ഥനകളുടെ മറുപടി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കണം, ഈ മറുപടി എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന മറുപടിയാണോ, അതോ നിത്യതയിൽ നിന്ന് അകറ്റുന്ന മറുപടിയാണോ? ഞാൻ എന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റിയപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഏതു പ്രാർത്ഥനകൾക്ക് വേണ്ടി ഏതു വിഷയം എന്റെ മുമ്പിൽ വന്നാലും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ നിത്യതയിലേക്ക് എന്നെ എത്തിക്കാൻ ഈ അനുഗ്രഹം തടസ്സമാണെങ്കിൽ, ഞാൻ ഈ ചോദിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി തടസ്സമാണെങ്കിൽ എനിക്കത് തരണ്ട, അങ്ങയുടെ ഹിതപ്രകാരമുള്ള മറുപടി മതി എനിക്ക്. മനസ്സിലായോ? പലപ്പോഴും നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഓൾറെഡി ആൻസറും കൂടെ കർത്താവിന് കൊടുത്തുള്ള പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ എന്റെ കുഞ്ഞിനെ എല്ലാവരും നിന്ദിക്കുക, അവനൊരു ജോലി ആയിട്ടില്ല, ആകിയാൽ എത്രയും പെട്ടെന്ന് എന്റെ തലമുറയ്ക്ക് ഒരു ജോലി കൊടുക്കണം.
കർത്താവിന്റെ ഇഷ്ടത്തിനുള്ള പ്രാർത്ഥനയല്ല. ശ്രദ്ധിക്കണം, ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അപ്പൊ അങ്ങയുടെ ഇഷ്ടമുള്ളിടത്ത് കൊടുക്കണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, എന്റെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളും UK പോയി, എല്ലാ മക്കളും കാനഡയിൽ പോയി, എന്റെ കൊച്ചു മാത്രം എറണാകുളത്ത് നിൽക്കുക, എന്റെ കൊച്ചിനെയും എത്രയും വേഗം കാനഡയിൽ വിടണേ. നമ്മൾ ആൻസർ അങ്ങോട്ട് കൊടുത്തുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ മാതാവേ, പിതാവേ, ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രികാലം പറയുക, നിങ്ങളുടെ തലമുറ ക്രിസ്തുവിലുണ്ടെങ്കിൽ എവിടെ നിന്നാലും വെളിച്ചം അവരിൽ ഉദിക്കുമെന്നാ പറയുന്നത് ഈ വചനം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ വെളിച്ചം ഉദിക്കും. വെളിച്ചം ഉദിച്ചാൽ അവർക്ക് വേണ്ടിയുള്ള നന്മകളുടെ വഴികൾ ആ വെളിച്ചത്തിനകത്തുണ്ട്. വെളിച്ചം ഉദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം. ഇരുട്ടിൽ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഈ റൂമിന്റെ എല്ലാ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് എന്റെ ലാപ്ടോപ്പ് എവിടാന്ന് അറിയത്തില്ല, ഫോൺ എവിടാന്ന് അറിയത്തില്ല, ബൈബിൾ വായിക്കണമെന്നല്ല, ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല, ഇരുട്ടില്ല. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ ചിലർ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഇരുട്ടില്ല എന്നുള്ള ചിന്ത. എനിക്കും ഒരു കാലത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇരുട്ടില്ലാന്ന്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞ ഇരുട്ടില്ല എന്ന് പറഞ്ഞ പാപത്തിന്റെയും അല്ലെങ്കിൽ ലോകപരമായുള്ള അന്ധകാരം നമ്മളിൽ കയറുമ്പോഴാണ് നമ്മൾ ഇരുട്ടിലായി പോകുന്നത്. എങ്ങനെയാന്ന് ഞാൻ പറയാം. നിങ്ങൾക്കൊന്നും ചെയ്തിട്ട് ഒരു ഇത് കാണുന്നില്ല, എന്ത് പറഞ്ഞു, ഒരു അഭിവൃദ്ധി കാണാത്ത അവസ്ഥ. ഇരുട്ടിനകത്ത് ഒന്നിനും എവിടെ തുടങ്ങണം. ചില പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്റെ സിസ്റ്റർ എവിടെ തുടങ്ങണം എന്ന് എനിക്ക് അറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആ ഒരു ഇരുട്ട് വന്ന് നമ്മളെ മൂടിയേക്ക്. ഏത് ഇരുട്ടാന്നറിയോ? ലോകത്തിന്റെ ചിന്തയാകുന്ന ഇരുട്ട്. കാരണം ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവരും പറയുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങളാ. നിങ്ങൾ വിശ്വാസത്തിൽ പോയിട്ട് നിങ്ങളുടെ തലമുറകൾ വിദേശത്ത് പോയില്ലെങ്കിൽ, നിങ്ങൾക്ക് വീട് നല്ലത് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് നല്ല കാറ് കിട്ടിയില്ലെങ്കിൽ, ഉടനെ ആൾക്കാർ പറയുന്നതെന്നറിയോ? ഇത്രയും നാളും എന്നോട് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയത്തില്ല. ഇത്രയും നാളും കൊട്ടിപ്പാടിയിട്ട് എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ കാണിക്കാൻ വല്ലതൊക്കെ വേണ്ടേ? ഞാനും കുറച്ചു കാലം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി കർത്താവെ അങ്ങ് തന്നല്ലോ എന്ന്. പക്ഷെ പിന്നീട് ഞാൻ എന്നെ തന്നെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഭൂമിയിൽ ഈ കാണുന്നതിലേക്കൊന്നും കണ്ണുകൾ പോയാൽ വീണ്ടും ഞാൻ ഇരുട്ടിലേക്ക് പോകുന്നു. ഏത് ഇരുട്ടെന്നറിയാം? ആത്മീക ഇരുട്ടിലേക്ക്. ഇതായിരിക്കും കർത്താവിന്റെ സ്നേഹം എന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ ചോദിക്കുന്നതെല്ലാം തരുന്ന അപ്പൻ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ഈ ലോകത്തിന്റെ ഇരുട്ടിലേക്ക് ഇറങ്ങുകയാണ്. പകരം എനിക്ക് വേണ്ടത് എന്തെന്ന് കണ്ട് നിത്യതയ്ക്ക് തടസ്സമല്ലാത്തത് തന്നെന്നെ അനുഗ്രഹിക്കുന്നതാ ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവിനറിയാം. ഒരു വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? പൗലോസ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പൗലോസിന്റെ ജീവിതവുമായിട്ട്. എനിക്ക് താരതമ്യപ്പെടുത്തി എനിക്ക് പൗലോസിന്റെ ഒപ്പത്തിനൊപ്പം പോലും നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും പൗലോസിന്റെ ജീവിതം പഠിച്ചപ്പോൾ എനിക്ക് ദൈവത്തിന്റെ സ്നേഹം കാണാൻ പറ്റും. നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ഇന്നൊന്ന് ചിന്തിക്കണേ. പൗലോസ് സകലതും കർത്താവിന് വേണ്ടി ത്യജിച്ച വ്യക്തിയാ. സകലതും ചപ്പന്നും ചവറന്നും എണ്ണി. നമുക്കിപ്പം ഇല്ലാഞ്ഞിട്ട് നമ്മൾ കരയുന്നു. അന്ന് ഉണ്ടായിട്ട് എല്ലാം കളയാൻ പറ്റിയെന്ന് പൗലോസിന്. എല്ലാം ഉണ്ടായിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കളയും. കാരണം ഏറ്റവും വിലപ്പെട്ടത് പൗലോസ് കണ്ടെത്തിയപ്പോൾ ഈ ഭൂമിയിലെ ചപ്പായതും ചവറായതും തോന്നിയതിനെ എല്ലാം പൗലോസ് വിട്ടുകളഞ്ഞു. എന്നാൽ പൗലോസിന് എന്ത് കിട്ടിയെന്ന് നമ്മൾ അവസാനം ചോദിച്ച പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: കഷ്ടത എനിക്ക് കിട്ടിയത്. കഷ്ടത. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും നേടിയെന്ന്, കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് നേടിയെന്ന് പറയാൻ പൗലോസിന് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ചിലരെ ഡിസൈപ്പിൾഷിപ്പ്, ചിലരെ ശിഷ്യന്മാരാക്കാൻ പറ്റും. ഞാൻ പോയാലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്ന, ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് ചിലത് ഞാൻ ശേഖരിച്ച് വെക്കണമെന്ന് ചിന്തിക്കുന്ന മാതാക്കളുണ്ടല്ലേ. ഞാൻ മരിച്ചാലും എന്റെ മക്കൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ ലോകത്ത് ജീവിക്കണം. അടുത്ത ജനറേഷനിലേക്ക് അത് പൈമാറും. ചില പറഞ്ഞിട്ടുണ്ട് 10 തലമുറയ്ക്കുള്ളതാ ഞാൻ കരുതി വെച്ചേക്കുന്നു. എന്ത് ക്രെഡിറ്റോടാ പറയുന്നതെന്ന് അറിയാമോ? മനസ്സിലായോ? എന്നാ പൗലോസ് പറയും 10 അടുത്ത എത്ര വർഷം കർത്താവ് വരാൻ താമസിച്ചാലും ഞാൻ ചിലത് സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? പൗലോസിന് ഇന്ന് ഞാൻ വായിച്ചതല്ലേ പൗലോസിന്റെ ലേഖനങ്ങൾ. പൗലോസ് ജീവനുള്ള അല്ലെങ്കിൽ സത്യവചനം തന്റെ കല്ലിൽ പേന കൊണ്ട് എഴുതുമ്പോൾ അത് അടുത്ത തലമുറയല്ലേ, ഇനി കർത്താവിന്റെ വരവ് വരെ ഒരുക്കുന്ന ഒരു ജനറേഷന് വേണ്ടി പൗലോസിന് നേടാൻ കഴിഞ്ഞു. ഒരു തിമോത്തിയോസിനെ നേടാൻ കഴിഞ്ഞു. എത്ര ശിഷ്യന്മാരെ പൗലോസ് നേടി. അവരാണ് അടുത്ത സഭയെ പണിതത്. അവരടുത്ത സഭ. ഇങ്ങനെ നോക്കിക്കേ, എത്ര ജനറേഷനിലേക്ക് അത് പോയെന്ന് നോക്കിക്കേ.
പൗലോസ് നേടിയതൊന്നും നഷ്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ എന്റെ ചോദ്യം ഇത്, ഇത്രയുമൊക്കെ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച പൗലോസ് ഒരിക്കൽ പ്രാർത്ഥിക്കുക, കർത്താവെ പറ്റുമെങ്കിൽ എന്റെ ഈ കഷ്ടതയൊന്ന് മാറ്റിത്തരാം. ഏതാണെന്നറിയോ? ഒരു ശൂലം ഉണ്ടായിരുന്നു ദേഹത്ത്, അതൊന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു. കർത്താവ് പറയും, മോനെ അത് ഞാൻ മാറ്റത്തില്ല കേട്ടോ. ഇന്ന് എനിക്കറിയത്തില്ല, ഞാൻ ദേവദാസ ഒന്നും തോന്നരുത്, ചിലരുടെ രോഗങ്ങളും ഈ വിഷയങ്ങളൊക്കെ എനിക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മീറ്റിംഗിൽ കർത്താവ് ആരാണ് പങ്കെടുക്കുന്നത് എനിക്കറിയാം. പക്ഷെ അവരുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും കർത്താവെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വേണം കർത്താവ് എന്നോട് ഈ വചനം പറയാൻ പറഞ്ഞോണ്ട് ഞാൻ അതുകൂടെ ആത്മീയ പറയുമോ. ചില കഷ്ടതകൾ വർഷങ്ങളായിട്ട് മാറുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. അതിനുള്ള മറുപടി ഞാൻ പറയും. എന്നാൽ ഈ ഒരു ദൂത് ഞാൻ പറയുക ആദ്യം തന്നെ, ചിലത് മാറാതെ വേദനയായിട്ടൊരു ശൂലം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കുത്തായിട്ട് ചിലരെ കുത്താൻ വേണ്ടി നിർത്തും. മനസ്സിലാവുന്നോ? ഹന്നയുടെ ജീവിതത്തിൽ ഒരു പെനീനായ ദൈവം അങ്ങ് നിയമിച്ചേക്ക കുത്താൻ. മനസ്സിലാവുന്നോ? എന്നാലേ ഹന്നായിൽ ഒരു യഥാർത്ഥ മാനസാന്തരം നടക്കത്തുള്ളായിരുന്നു. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചിലതിനെ കുത്താൻ ദൈവം ഏൽപ്പിച്ചേക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പൗലോസിനെ ഏൽപ്പിച്ചത് ആരുടെ കയ്യിലാന്ന് നിങ്ങൾക്ക് അറിയാമോ? കർത്താവിന്റെ ദൂതന്മാര് കുത്തിയെന്നല്ല പറയുന്നേ. ആരാ കുത്തിയേ? നിങ്ങൾ എത്ര പേർക്കറിയാം? പൗലോസിനെ കുത്തിക്കൊണ്ടിരുന്ന എന്താ? സാത്താന്റെ ദൂതന്മാരുടെ കൈ ഏൽപ്പിച്ചേക്കും. എന്തിനാ കുത്താൻ? എന്തിന് കുത്തുന്നെന്നാ പൗലോസിന്റെ അടുക്കല്ല നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ സൂമിൽ ഇരിക്കുന്ന പോലെ പൗലോസിനെ കൈ കിട്ടിയ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഓ അതൊന്നും കുഴപ്പമില്ലെന്നേ, അവര് കുത്തിക്കോട്ടെ. ഞാനും ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കുത്തല്, പൗലോസിന്റെ വാക്കാണ് ഞാൻ പറയുന്നത്, ഈ കുത്ത് വരുമ്പം എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറയൂന്നാ ഞാൻ വിചാരിച്ചത്. എന്നാൽ പൗലോസ് പറയുക, ഒരിക്കലും പുറമെയുള്ള ഒരു കുത്തിനും എന്റെ ദൈവത്തിൽ നിന്ന്, എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഞാൻ കർത്താവിന്റെ സ്നേഹം കാണുക. കാരണം എന്തെന്നറിയാമോ? ദൈവം പറയുക, കർത്താവ് പറയുക പൗലോസിനോട്, മോനെ നിനക്ക് നീ ചോദിക്കുന്നൊക്കെ വേണേ എനിക്ക് തരാൻ കഴിയും ഈ ഭൂമിയിൽ. നിന്നെ വലിയ പോപ്പാക്കാൻ പറ്റും എനിക്ക്, എന്റെ അപ്പോസ്തലന്മാരെക്കാളും വലിയ കൊണ്ടുവരാൻ പറ്റും എനിക്ക്. പക്ഷെ അതൊന്നും ചെയ്യാതെ അവസാന നിമിഷം നിന്നെ കുത്താൻ വേണ്ടി ഏൽപ്പിക്കാൻ കാരണം, നിനക്ക് ഒത്തിരി നന്മകൾ തന്നിട്ട് നീ നെകളിച്ച്, ഞാൻ ചോദിക്കട്ടെ, ഇത്രയോ ലേഖനങ്ങൾ എഴുതിയ പൗലോസിന്റെ നെഗളം വന്നിട്ട് നെകളിച്ച മരിച്ചെങ്കിൽ നിത്യതയെ കാണുമോ? സ്വർഗത്തിൽ ഒരു ദൂതൻ നെകളിച്ചപ്പോ അവനെ വെട്ടി താഴോട്ടിട്ടെന്ന് വചനം പറയുന്നെങ്കിൽ, പൗലോസെ നീ എത്ര സഭ സ്ഥാപിച്ചാലും നിന്നിൽ നെഗളം വന്നു പോയാൽ, ഞാൻ എന്തോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെട്ടി താഴെ ഇടും. മനസ്സിലായി? നിത്യത പോകത്തില്ല. ഉന്നത ഭാവം, നികള ഹൃദയം ദൈവം വെറുക്കുന്നു. മനസ്സിലായോ? ഡംബം, അഹങ്കാരം, ഉന്നത ഭാവം, നികള ഹൃദയം ദൈവം വെറുക്കുന്ന കാര്യമാണ്. വെറുക്കുന്നു അല്ലേ? നികള ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവരുടെ കണ്ണി കാണാൻ പറ്റും. അതുകൊണ്ട് സദൃശവാക്യത്തിൽ പറയുന്നത് 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണ്, അറപ്പെന്ന് ദൈവം അറയ്ക്കുന്ന ഒരു വിഷയം. നമുക്ക് വെറുപ്പും അറപ്പും രണ്ടിന്റെ അണ്ട. വെറുപ്പെന്ന് പറഞ്ഞത് നമ്മൾ പറയും, എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര വെറുപ്പാ എന്ന് വെച്ച് ആ വ്യക്തി അടുത്തൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല, വെറുപ്പ് കാണും. പക്ഷെ അറപ്പെന്ന് പറഞ്ഞ എന്തുവാ? നമ്മൾ അറയ്ക്കുന്ന കുറെ കാര്യമുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ അറപ്പാ, കാണിക്കല്ലേ, പറയല്ലേ, എനിക്ക് അറപ്പ് വരുന്നു എന്ന് പറയും. ദൈവം ഇതുപോലെ അറയ്ക്കുന്ന വിഷയമാ അഹങ്കാരം, ഗർവം. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് പറയാൻ പറയുന്നോണ്ട് ഞാൻ പറയാ, എവിടെയെങ്കിലും ഒക്കെ ദൈവം എവിടെയെങ്കിലും ഒക്കെ അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ, അത് വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, തലമുറയുടെ വിഷയങ്ങളായിക്കോട്ടെ, വിദേശത്ത് പോയ വിഷയം, ഈ ഭൂമിയിൽ തരുന്ന ഒരു നന്മയിലും ദൈവ മക്കളിൽ ഗർവം ഉണ്ടാവാൻ പാടില്ല. ദാനമാ ഇതൊക്കെ. തലമുറ ദൈവത്തിന്റെ ദാനമാ, ശുശ്രൂഷ ദൈവത്തിന്റെ ദാനമാ, ആരോഗ്യം ദൈവത്തിന്റെ ദാനമാ, UK-ലോടുള്ള വിസ ദൈവത്തിന്റെ ദാനമാ. അവിടെയും ദൈവത്തെ ഉയർത്തേണ്ടതിനെ ഈ നന്മകൾ തരുന്നത്. എന്നാൽ എവിടെയെങ്കിലും ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത വന്നു പോയാൽ കർത്താവ് പറയും, എനിക്ക് അറപ്പാ. കർത്താവ് എന്നെ നോക്കി അറയ്ക്കുന്നുണ്ടോ എന്നും ചിന്തിക്കണം. കർത്താവ് എന്നോട് എവിടെയെങ്കിലും കർത്താവിന് അറപ്പ് തോന്നുന്നുണ്ടോ? മാനസാന്തരപ്പെടണം. പൗലോസ് പറയുക, എങ്ങാനും എന്നിൽ ആ നിഗളം വന്നു പോയാൽ, വന്നെന്ന് പറയുന്നില്ല, കർത്താവിന് അറിയാം നമ്മുടെ ഹൃദയത്തെ, അല്ലേ? കർത്താവ് പറയാം, എനിക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെയും ഹൃദയ വിചാരങ്ങളെ അറിയാമെന്ന്. കർത്താവിന് മനസ്സിലായി. അവിടെ പൗലോസ് പറയുന്ന എക്സ്പ്ലനേഷൻ എനിക്കിഷ്ടം. വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം എന്ന് വെച്ചാൽ എന്താ? എവിടെയെങ്കിലും ഞാനൊക്കെ ആയിരുന്നു പൗലോസ്, ഞാൻ എന്റെ കാര്യം പറയാം, നിങ്ങളുടെ കാര്യം പറയുന്നില്ല, എന്റെ കാര്യം.
ഒന്ന് ഓർത്തു നോക്കിയ ദേവദാസ, 12 ശിഷ്യന്മാരുണ്ട്. അവർക്ക് ആർക്കും വെളിപ്പെട്ട് കിട്ടാത്ത വെളിപ്പാട് കിട്ടിയെന്ന് വെച്ചാൽ, ഈ ലോകത്തുള്ള ആർക്കും കിട്ടാത്ത ഒരു വെളിപ്പാട് ദൈവം എനിക്കാ തരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങാനും നിൽക്കുവോ? നമ്മൾ പറയും 12 ശിഷ്യന്മാരെക്കാളും ഞാൻ മികച്ചവളാന്ന് പറയും, ഇല്ലേ? പൗലോസിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. പൗലോസിനോട് ദൈവം പറയുക, മോനെ, വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം നിന്നിൽ നിഗളം വരാതിരിക്കേണ്ടതിന് ഞാൻ ഒരു ശൂലം വെച്ചേക്ക്. എന്തുകൊണ്ടെന്നറിയാവോ? എനിക്ക് നിനക്ക് കിട്ടിയ വെളിപ്പാടിനേക്കാൾ വിലയുള്ളതാ നീ. ഞാൻ നിന്നെ എന്റെ രക്തത്താൽ വീണ്ടെടുത്തതാ. നീ നിത്യതയെ കാണണമെങ്കിൽ ഈ ശൂലം ഉണ്ടെങ്കിൽ നീ ഒരു താഴ്മ ധരിക്കും. ചില ശൂലങ്ങൾ ദൈവം വെച്ചിരിക്കുന്നത് നിന്നെ നിത്യതയിൽ എത്തിക്കേണ്ടതിനാ. ശൂലം മാറാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ വേദന എന്തിന് ദൈവം എന്നെ അനുവദിച്ചെന്ന് പ്രാർത്ഥിക്കണം, ചോദിക്കണം കർത്താവിനോട്. കർത്താവ് അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരും. ഞാൻ ചില സമയത്ത് പ്രാർത്ഥിക്കുക, കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ അധികം മാറ്റത്തില്ല. ഓർക്കരുത്, ഇവിടെ വന്നിരുന്ന് മെസ്സേജ് പറയുമ്പോൾ എന്റെ ജീവിതത്തിലും പ്രയാസവും കഷ്ടതയൊന്നുമില്ല. സിസ്റ്ററും അമ്മയും ചിലരെന്നോട് പറഞ്ഞു, സിസ്റ്ററും അമേരിക്കയിലല്ലേ? ദൈവമക്കളെ, അമേരിക്ക വലിയ സംഭവം അല്ലെന്ന് ഞാൻ ഇന്ന് രാത്രി പറയുക നിങ്ങളോട്. ആരെങ്കിലും ചിന്തിക്കുക അമേരിക്ക വലിയ സംഭവമാണെന്ന്? അമേരിക്ക ഒരു സംഭവമല്ല. ഞാനും ആദ്യമൊക്കെ ഇവിടെ ഈ രാജ്യത്ത് വന്നപ്പോൾ വലിയ സംഭവമായിട്ട് ചിന്തിച്ചൊരു കാര്യമാണ്. പക്ഷെ അല്ല. നമ്മൾ ലോകത്തിന്റെ ഏത് നാട്ടിൽ ചെന്നിരുന്നാലും ദൈവമില്ലെങ്കിൽ, ദൈവഭയമില്ലെങ്കിൽ ആ നാട് എത്ര നല്ലതാന്ന് പറഞ്ഞാലും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. മനസ്സിലായോ? കേരളത്തിന്റെ ഒരു മൂലയിൽ ഇരുന്നാലും, എനിക്കുള്ള കുടിലിനകത്തിരുന്നാലും ദൈവഭയവും ദൈവ സ്നേഹവും ഉള്ള ഒരു കുടുംബമാണെങ്കിൽ അതിനെയാണ് ഞാൻ ഏറ്റവും മഹത്വമുള്ളതായിട്ട് കാണുന്നത്. എത്ര വലിയ, ഞാൻ ഈ രാജ്യത്ത് വന്ന് കണ്ടത് കൊണ്ട് പറയുക, എത്രയോ കോടീശ്വരന്മാർ, എത്രയോ മില്യനേഴ്സ് ഈ രാജ്യത്തുണ്ടെന്ന് അറിയാമോ? അവർ ഉറങ്ങുവാൻ പറ്റാതെ, സമാധാനമില്ലാതെ എത്രയോ ആത്മഹത്യകൾ ഈ ദേശത്ത് നടക്കുന്നതെന്നറിയാമോ? കാരണം എന്താ? നമ്മൾ വിചാരിക്കുന്ന പല നന്മകൾ ഉണ്ടായിട്ടും അവർക്ക് സമാധാനമില്ല. കാരണം അവർ അന്ധതയില്ല. ഞാൻ അതുകൊണ്ടാ പറയുന്നത്, ദൈവമക്കളെ മടങ്ങി വരണം, ഉണരാൻ സമയമായി. ഇനിയും ഈ മയക്കത്തിൽ ഉറങ്ങിപ്പോകരുത്. ലോകം നിങ്ങളെ മയക്കിക്കളയരുത്. സത്യവചനത്തിലേക്ക് ജനം മടങ്ങി വരണം. പരിശുദ്ധാത്മാവ് വ്യക്തമാണ്, എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് പരിശുദ്ധാത്മ മൂവ് ചെയ്യുന്നത്. ചിലരോട് കർത്താവ് പറയുക, ഈ ലോകത്തിലെ നന്മകൾ കണ്ട് ഇതാണ് പ്രതാപമെന്ന് ചിന്തിക്കരുത്. മണവാളൻ വാതിൽക്ക നിൽക്കുകയാ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ താഴ്മ ധരിച്ച്, വിനയം ധരിച്ച് അപ്പനോട് ചോദിക്കണം, ഈ വിഷയത്തിൽ അപ്പന്റെ ഇഷ്ടം എന്താ എന്റെ ജീവിതത്തിൽ? ഏത് വിഷയത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ആ വിഷയം ഇന്ന് പ്രാർത്ഥിക്കണം, ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്റെ ആഗ്രഹം ഇതാ, എനിക്ക് ഇന്ന് ജോലി കിട്ടണമെന്ന്, എന്റെ മോന്റെ വിവാഹം, ഈ വിവാഹം നടക്കണമെന്ന്. എന്നാൽ അപ്പ, എന്റെ തലമുറയ്ക്ക് നിത്യതയ്ക്ക് തടസ്സമായ ഒരു വിവാഹ ബന്ധം വരില്ല. ഞാൻ ഇന്ന് 2 കാര്യങ്ങൾ എന്നോട് വ്യക്തമായിട്ട് ദേവദാസ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാ. ചില മാതാപിതാക്കൾ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, എന്റെ ഫോണിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോളുകളിൽ ഏറ്റവും റേറ്റിംഗിൽ നിൽക്കുന്ന കോൾ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മക്കളുടെ വിവാഹ ജീവിതത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ. കുടുംബത്തിൽ മക്കളുടെ കല്യാണം ഏറ്റവും നന്നായിട്ട് നടത്തി. കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ ഒരു മാതാവ് വിളിച്ച് കരഞ്ഞപ്പോ എനിക്ക് സങ്കടം തോന്നി. സിസ്റ്റർ, ഞങ്ങളുടെ ദേശത്ത് നടന്ന ഏറ്റവും വലിയ വിവാഹമായിരുന്നു. കേൾക്കണം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഇത്ര ലക്ഷം രൂപ തരണേ മോന്റെ വിവാഹം നടത്താൻ. ചിലരുടെ വിഷയം അതാ, കല്യാണം നടത്താൻ പൈസ വേണം. ലക്ഷങ്ങൾ കിട്ടി, ഓല അടിപൊളി കല്യാണം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അയ്യോ എന്നാ കല്യാണമായിരുന്നു, ഇല്ലേ? ഞങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഭക്ഷണമൊക്കെ കല്യാണത്തിന് കഴിച്ചെന്നൊക്കെ ചെല്ലുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. നല്ല കല്യാണമൊക്കെ ആയിരുന്നു. ഇതുവരെ രാജ്യത്ത് പോലും ആരും നടത്താത്ത കല്യാണമൊക്കെ ആയിരിക്കും നടത്തിയത്. എന്നാ പിന്നെ അമ്മമാരുടെ കരച്ചിൽ എന്താണെന്നറിയോ? 2 പേരും ഒരുമിച്ചല്ല. 2 പേരുടെ ഇടയിൽ പ്രശ്നങ്ങളാ, 2 പേരുടെ ഇടയിൽ പ്രയാസങ്ങളാ, 2 പേർക്കും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ നിൽക്കുന്നത് ഡിവോഴ്സിന്റെ വക്കിലാണ്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാ, ഞാൻ ഏത് കാര്യത്തിനും വിവാഹ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്ന വിഷയം ഇതാ. ചിലരോട് ഞാൻ പറയും, നേരിട്ട് പറയുന്ന കാര്യം. ഇപ്പൊ പരിശുദ്ധാത്മാവ് എനിക്ക് ആ ഒരു ബലം തരുന്നത്. പണ്ടൊക്കെ എനിക്ക് സങ്കടം വരുന്നു പറയും, പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പറയാനുള്ളത് പറയണം, കാരണം അവരുടെ കണ്ണ് തുറക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത്, മോളെ ഇന്ന വിഷയം, മോൻ ഡോക്ടറാണേ, ഞങ്ങളൊരു ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറയും. ഞാൻ പറയാം, ആന്റി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ മോന്റെ അല്ലെങ്കിൽ ഈ മോക്ക് നിത്യതയിലെത്താൻ സഹായിക്കുന്ന ഒരു വിവാഹ ബന്ധം കൊണ്ടുവരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിൽ എത്ര മാതാക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, എന്റെ മോൻ ഒരു വിവാഹം വേണം, അവനെ നിത്യതയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പെൺകുഞ്ഞിനെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന്.
ചിലരുടെ ജീവിതം കണ്ടിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞൊരു പെണ്ണോ അല്ലെ ഒരു ചെറുക്കനോ അവരുടെ ജീവിതത്തിലേക്ക് വരും, ഉണ്ടായിരുന്ന ആത്മീകവും കൂടെ ആ തലമുറയുടെ അങ്ങ് പോകും. കണ്ടിട്ടുണ്ടോ? അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാരണം എന്താ പറയുക, അമ്മമാർ ഇപ്പൊ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല. പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ കിട്ടണമെന്നാ. ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എന്റെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും ഹയസ്റ്റ് വിലയുള്ള നിലവാരമുള്ള കുടുംബത്തിന് വിവാഹം വേണം. 10 പേരോട് പറയാമല്ലോ എന്റെ കുഞ്ഞിന്റെ ഭാവിയെ ദൈവം മാനിച്ചെന്ന്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് കുഞ്ഞിന് ബൈബിൾ വായനയില്ല, പ്രാർത്ഥനയില്ല, ചർച്ചിൽ പോകുന്നില്ല, ഉപവസിക്കുന്നില്ല, ഒന്നുമില്ല, ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല, ചർച്ചിൽ പക്ഷെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ദൈവമക്കളെ? ഞാൻ ചോദിക്കുന്നതാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ കുടുംബജീവിതത്തിന് വേണ്ടി. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ്, കർത്താവേ എന്റെ ഭർത്താവിന് നിത്യതയ്ക്ക് തടസ്സമായി ഞാൻ ആവരുത്. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിനെയും കൂടെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ എന്നെ ഒരുക്കണ എന്നാ പ്രാർത്ഥിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന് നിത്യതയെ പോവാൻ ഞാൻ തടസ്സമാവരുത്, എന്റെ ജീവിതം തടസ്സമാവരുത്, എന്റെ പ്രവൃത്തി തടസ്സമാവരുത്. അതിന്റെ അർത്ഥം എന്നെ നീക്കിക്കളയുമെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാവുന്ന അതിന്റെ വ്യക്തമായ അർത്ഥം മനസ്സിലാക്കണം. അതിനെ എന്നെ ഒരുക്കണേന്ന് എന്ന് വെച്ചാൽ എനിക്ക് മാനസാന്തരം തരണേന്ന്. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത് ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തണേന്ന് അല്ല. ഞാൻ തുറന്നു പറയാം ദൈവമക്കളോട്, നിങ്ങൾ ആരെങ്കിലും ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തണമേ, എന്റെ ഭർത്താവിനെ കർത്താവിലേക്ക് നയിക്കുവാൻ എന്നിൽ ഒരു മാനസാന്തരത്തെ തരണമേ കർത്താവേ. എന്റെ പ്രവൃത്തി കൊണ്ടും എന്റെ സംസാരം കൊണ്ടും എന്റെ ജീവിതം കൊണ്ടും എന്റെ ഹസ്ബൻഡ് ഒന്ന് മാനസാന്തരപ്പെടണം. അതാണ് പത്രോസ് പറഞ്ഞത് അല്ലെ? 1 പത്രോസ്, നിങ്ങൾ ആ വചനം ഞാനൊന്ന് വായിക്കാം. പല കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ എന്നോട് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ ചേഞ്ച് ചെയ്യാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്റെ ജീവിതത്തിലുള്ളതുകൊണ്ടാ പറയുന്നത്. ഭാര്യ, 1 പത്രോസ് 3:1, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. എന്റെ ഈ സൂമിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ആന്റിമാരുടെ മുഖമാണ്. ചിലരുടെയൊക്കെ മുഖം മ്ലാനപ്പെട്ടു. സോറി, പറയുന്നത് കൊണ്ടൊന്നും തോന്നില്ല. വചനമായിട്ട് പറയുക. ഞാനും ഒരു ഭാര്യയാ. അതുകൊണ്ടാ എന്നെ ഈ വചനം മാറ്റിയെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ ആ മാറ്റത്തിന്റെ ഇതിലാകട്ടോ. ഞാനൊരു പെർഫെക്റ്റ് വൈഫാന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷെ എന്നെ ദൈവം ഈ വചനം കൊണ്ടാ മാറ്റിയത്. ഞാനും ഇവിടെ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ അച്ചാച്ചൻ നല്ല അച്ചാച്ചനൊക്കെയാ, പക്ഷെ ഞാനും ഇപ്പോഴും ആത്മീകമായി നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു സ്കെയിൽ ഉണ്ടല്ലോ. കർത്താവേ എന്റെ അച്ചാച്ചനെ പണിയണേ, എന്റെ അച്ചാച്ചനിൽ ഒരു മാറ്റം കൊടുക്കണമേ, എന്റെ അച്ചാച്ചനെ മാറ്റണമേ. നീ കുറെ നാളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് ഒരു ദിവസം എന്നോട് പ്രാർത്ഥനാ മുറി ഇരുന്ന് പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു, നിന്റെ അച്ചാച്ചനാകുന്നതിന് മുമ്പ് അവൻ എന്റെ മകനാന്ന്. പലരും ഇന്ന് ആ ഒരു എന്റേത് അങ്ങോട്ട് വിട്ടുകൊടുക്കത്തില്ല കർത്താവിന്. മനസ്സിലാവുന്നത് എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ അമ്മ, എന്റെ വീട്, ഈ എന്റെ എന്നുള്ള പദം ശരിക്കും പറഞ്ഞ വചനത്തിൽ ഞാൻ പലപ്പോഴും കണ്ടു. പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ അല്ലെ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. ഇവിടെ നമ്മൾ പറയും, ഹസ്ബൻഡ് ആ വാക്ക് പറയണ നമുക്ക് ദേഷ്യം വരും കേട്ടോ. എന്റെ വേഴ്സിനെ ചോദിക്കും, പറയും അച്ചാച്ച അങ്ങനല്ലല്ലോ, നമ്മുടെ വേഴ്സ് അല്ലേ, നമ്മൾ ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കതാ, എന്റെ വീട്, എന്റെ അപ്പനും അമ്മയും. മനസ്സിലാവുന്നുണ്ട്? ഈ എന്റെ എവിടെ കയറി വരുന്നു അത് നാശത്തിന്റെ തുടക്കമാണ് കുടുംബജീവിതത്തിൽ. തുറന്ന് ഞാൻ പറയുക, അത് വലിയ പ്രശ്നങ്ങൾ വരുത്തുന്ന വാക്ക. എന്നെ കർത്താവ് തിരുത്തിയോണ്ടാണ് ഞാൻ പറയുന്നത്. എപ്പോൾ നമ്മൾ എന്റെ പറയുന്നു അവിടെ പ്രശ്നമാണ്. കർത്താവ് എന്നോട് അന്ന് പറഞ്ഞു, മോനെ നിന്റെ ഭർത്താവുന്നതിന് മുമ്പ് അവൻ എന്റെ മകനാ, എന്റെ മകനായിട്ടാണ് ഞാൻ നിനക്ക് നിന്റെ ഭർത്താവാക്കി തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് പരിശുദ്ധാത്മാവ്, എന്താന്ന് പറയട്ടെ, ഞാൻ അവനെയല്ല മാറ്റാൻ പോകുന്നത്, നിന്നെയാ മാറ്റാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേ. പെട്ടെന്ന് പറയാം. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഒന്ന് മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ കഥയൊന്ന് പറയാം കേട്ടോ. എല്ലാവരും എന്നെ ഇങ്ങനെ കുത്തി ഇങ്ങനെ നോക്കരുത് പ്ലീസ്. നമുക്കൊന്ന് എല്ലാവരും ഒന്ന് സന്തോഷിച്ചിരുന്നേ. ഞാൻ ഒരു കഥ പറയാം. ഒരു അമ്മച്ചി അപ്പച്ചനും, പ്രായമായ ഒരു അപ്പച്ചനും അമ്മച്ചിയാ. ഞാനിങ്ങനെ കേട്ട കഥയാ കേട്ടോ. അവരുടെ വീടിന്റെ ഡൈനിങ് ടേബിളിന്റെ ഏരിയയില് അവരെന്നും രാവിലെ കാപ്പി കുടിക്കായിരിക്കും. എന്നും രാവിലെ നല്ല സ്നേഹമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചി. അവരെന്നും രാവിലെ ഡൈനിങ് ടേബിളിന്റെ അവിടെ കാപ്പി കുടിക്കായിരിക്കുമ്പോ അവരുടെ അവരുടെ വിൻഡോടെ, അതായത് ജനലിന്റെ ഗ്ലാസ്സിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി എന്നും രാവിലെ തുണി കഴുകിയിടുന്നത് കാണും. അപ്പം ഈ ഹസ്ബൻഡും വൈഫും എന്നും ഇരുന്ന് നോക്കുമ്പോ
ഈ അമ്മച്ചി ഹസ്ബൻഡിനോട് പറയാ, അച്ഛാ അങ്ങോട്ട് നോക്കിയേ, ആ പുള്ളിക്കാരി കഴുകിയിടുന്ന തുണിയുടെ ഒന്നും ചെളി പോകുന്നില്ല. ഇവരെന്താ ഇത് കാണാത്തെ? ഈ ചെളി പോകുന്നില്ലാതെ എന്തിനാ ഈ കഴുകി എന്നും രാവിലെ ഇടുന്നു, എന്നും രാവിലെ കഴുകുന്നുണ്ട്. പക്ഷെ നോക്കിക്ക് ആ തുണിയെ മൊത്തം അഴുക്കാം. ഇതൊന്നല്ല രണ്ടല്ല, പല ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഒരു ദിവസം രാവിലെ വീണ്ടും ഇവർ കാപ്പി കുടിക്കാൻ വേണ്ടി ഒന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് അമ്മച്ചി പുറത്തോട്ട് നോക്കിട്ട് പറഞ്ഞു, അയ്യോ അച്ചായ നോക്കിയേ. ഹോ, അവസാനം അവർക്ക് കാര്യം പിടികിട്ടി. എനിക്ക് എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇന്ന് അവരുടെ തുണി കഴുകിയിട്ടപ്പോ നല്ല വൃത്തിയുണ്ട്. ആ വെള്ള കളറിൽ നല്ല വൃത്തിക്ക് ആ തുണി വന്നിട്ടുണ്ട്. അപ്പൊ അച്ചാച്ചൻ ചിരിച്ചുകൊണ്ട് ആ ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ, നിനക്കൊന്നും തോന്നരുത്. അവരെന്നും നല്ല വൃത്തിക്ക് തന്നെയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, തുണി കഴുകിക്കൊണ്ടിരുന്നത്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ജനൽ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പൊ നമ്മുടെ ജനൽ ക്ലീൻ ചെയ്തപ്പം നിനക്ക് അവരുടെ തുണി നല്ല വൃത്തിയായിട്ട് തോന്നുന്നതാ. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? നമ്മുടെ ജനലിനാ പ്രശ്നം. അമ്മച്ചി നല്ല വൃത്തിക്ക് തുണി കഴുകിയിടുന്നത്. പക്ഷെ നമ്മുടെ ജനലിൽ കൂടെ നോക്കുമ്പോൾ അതിനൊരു പ്രശ്നം തോന്നാം. കാരണം നമ്മുടെ ജനലിലെ പൊടിപടലങ്ങൾ നമ്മുടെ ജനലിൽ നാളുകളായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കൂടെ നോക്കുമ്പോൾ ശരി, അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ തുണിയേൽ കറയും ചെളിയും ഒക്കെ കാണാൻ പറ്റും. ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് കുറവ് കാണാൻ പറ്റും. ഇതുപോലായിരുന്നു ഞാൻ എന്റെ ആത്മീക ലെവലിലായിരിക്കും ചിലപ്പോൾ എന്റെ ഹസ്ബൻഡിനെ നോക്കുന്നത്. എന്നെ ദൈവം അത് മാറ്റി. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ ലൈഫിൽ നിന്ന് എന്റെ അപ്പോ ഞാൻ പെർഫെക്റ്റാ എന്ന് ചിന്തിച്ചു. അയ്യോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് 3 മണിക്കൂർ. അയ്യോ, ഞാനാണെങ്കിൽ 10 അധ്യായങ്ങൾ ബൈബിള് വായിക്കുന്ന വ്യക്തിയാ. ഞാൻ ഒരു പ്രാർത്ഥന പോലും മുടക്കുന്നില്ല. ഇതാണ് തുടക്കം. പരീക്ഷന്റെ പുളിച്ചമാവ് കേറുക, പുളിപ്പ് കയറാൻ പോവാ പതുക്കെ. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എനിക്കത് പറയുന്നതിന് ഒരു നാണവും ഇല്ല. എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്റെ കർത്താവ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചപ്പോൾ ആദ്യം ക്ലീൻ ചെയ്തത് ഈ പരീക്ഷന്റെ പുളിച്ചമാവ. പലപ്പോഴും എനിക്കും ഉണ്ടായിരുന്ന ഒരു ചിന്ത, ഞാനൊരു പാസ്റ്ററുടെ മോളാ, ഞാനാണെങ്കിൽ വെള്ളയും മാത്രമേ ഇടത്തുള്ളൂ. അതുകൊണ്ട് വെള്ളമില്ലാത്ത ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ ഓർക്കും, അവരൊക്കെ എങ്ങനെയാ, നല്ല മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, ഞാൻ എപ്പോഴും ഘോഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മകളാ. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫെക്റ്റ് ആണെന്നൊരു ചിന്ത, മറ്റുള്ളവർ നല്ല കൊച്ചാന്ന് പറയുമ്പോൾ എനിക്ക് അതിനേക്കാൾ ഭയങ്കര സന്തോഷം. അപ്പൊ ഓർക്കോ, നമ്മൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. എന്നാൽ ദൈവം അമേരിക്കയെ കൊണ്ടുവന്ന് ആദ്യം ചെയ്ത് എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും, എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടായി എന്നെ പൊട്ടിച്ചങ്ങ് പണിതെന്ന് പറയും. എന്നെ നന്നായിട്ട് ഒരു എടുത്തിട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, മോളെ നിന്റെ ഉള്ളു നീ കണ്ടിട്ടില്ല, നീ പുറമെ നോക്കിയാണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ നിന്നെ ഒന്ന് പണിയാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ട് തകർത്ത് വിട്ട് പണിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, എന്റെ കർത്താവിന്റെ കണ്ണാടി കൂടെ എന്നെ നോക്കുമ്പോൾ എന്റെ ഉള്ളിലായിരുന്നു പാപം, പുറമേ നല്ല കൊച്ചായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ആത്മീക കോളത്തിലുള്ളവരെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്താണ് പ്രശ്നമെന്ന് പരിശുദ്ധാത്മ എന്നെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ എനിക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ എനിക്ക് അവരെ അറിയാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ നമ്മളൊരു രോഗത്തിൽ കൂടെ പോവുക, നമ്മളൊരു കുറെ രോഗലക്ഷണങ്ങൾ നമ്മളിലുണ്ടായിരുന്നു. നമ്മൾ അതിന് വിടിവിക്കപ്പെട്ട് കഴിയുമ്പോഴല്ലേ നമുക്ക് മറ്റുള്ളവരുടെ ഒരു വിഷയത്തെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയിൽ അങ്ങനത്തെ ഒരു വിളിയാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പാപം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, എന്റെ ഹസ്ബൻഡിനെ മാറ്റണം, എന്റെ ഹസ്ബൻഡിന് ഒരു മാനസാന്തരം കൊടുക്കണം. ഏത് മാനസാന്തരം? നല്ല ചെറുക്കനൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആത്മീക തലത്തിൽ അയ്യോ, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നില്ല. അപ്പൊ എന്തോ ഒരു കുഴപ്പമില്ല. കർത്താവ് പറഞ്ഞു, നീ നോക്കണ്ട, ഞാൻ നോക്കാം. പക്ഷെ കർത്താവിന്റെ സ്കെയിലിൽ കൂടെ ഞങ്ങളെ രണ്ടുപേരെ നോക്കിയപ്പോ എന്റെ അച്ചാച്ചനായിരുന്നു കർത്താവിന്റെ മുമ്പിൽ ബെറ്റർ. മനസ്സിലായോ? കർത്താവിന്റെ കണ്ണാടി കൂടെ എന്നെ നോക്കിയപ്പോ കർത്താവ് പറയും, മോളെ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്, അകത്ത് മൊത്തം പാപം അടിഞ്ഞു കിടക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ ഇത്രയും വലിയ പാപിയായ കൊച്ചിനെ വിളിച്ചാണ് റോയി പാസ്റ്ററെ വചനം പറയിപ്പിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറയും, ഇന്നും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ പല പാപങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചുകൊണ്ട് ധൈര്യത്തോടെ വചനമായിട്ട് ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ വചനം പറയുന്നത്. എന്റെ ഉള്ളിൽ മറഞ്ഞു കിടന്ന പാപങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറയാം. എന്നിൽ വ്യാജഭാവം ഉണ്ടായിരുന്നു, ഉറങ്ങിക്കിടക്കുമായിരുന്നു. മനസ്സിലായോ? വ്യാജഭാവം. ഇനി ഞാൻ ചോദിക്കാം, നിങ്ങളിൽ വ്യാജഭാവം ഉണ്ടോ? എനിക്ക് വ്യാജഭാവം ഒരു ഭാവമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താ വ്യാജഭാവം. നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ല, പക്ഷെ ആ വ്യക്തി നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോഴും ആ വ്യക്തി നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത്? മനസ്സിൽ പക വെച്ച്, മനസ്സിൽ ഇഷ്ടക്കേട് വെച്ച് പുറമെ നന്നായിട്ട് അങ്ങ് അഭിനയിക്കും. ഇല്ലേ? ഇത് പാപമാണോ? വലിയ പാപമാണ്.
മറഞ്ഞു കിടക്കുക കേട്ടോ. പരിശുദ്ധാത്മാവ് രണ്ടാമത്തേത് വെളിപ്പെടുത്തും. ആദ്യം ഞാൻ പറഞ്ഞു ഉന്നതഭാവം നികളഹൃദയം, ഉറങ്ങുന്നോണ്ട് അറിയുന്നില്ല, എന്നാൽ ഉണരാൻ സമയമായി, ആ പാപത്തിൽ നിന്ന് എഴുന്നേക്കണേ. രണ്ട്, ഞാൻ പറഞ്ഞ വ്യാജഭാവം. ഇത് യൂട്യൂബിലൊക്കെ വരുമ്പോ എനിക്കറിയാം ഇതൊക്കെ ഒത്തിരി പേര് കാണുന്നതാ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവേ എന്റെ ജീവിതത്തിലെ കുറവൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ചിലരുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ട്രോളന്മാരുടെ കാലമാ, എടുത്ത് ട്രോളോ എന്നൊക്കെ ചോദിക്കും. പരിശുദ്ധാത്മ എന്നോട് പറയുന്ന ഒരു കാര്യം, പണ്ട് എനിക്കുണ്ടായിരുന്ന ഈ പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. മൊത്തം മെസ്സേജ് കേൾക്കുന്നവർക്ക് എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവും, ഹാഫ് എടുത്തിടുന്നവർക്ക് മനസ്സിലാവത്തില്ല ഇത് എന്താ ഉദ്ദേശിച്ചെന്ന്. അവർക്ക് ട്രോളാൻ ഒരു വിഷയം, താഴെ വന്ന് കമന്റ് അടിക്കാൻ കുറെ പേർക്ക് നല്ല കുറെ കാര്യം. അവർക്ക് പണിയില്ലായിരിക്കുമല്ലോ, ഉറങ്ങുവാണല്ലോ, അപ്പൊ ഇരുന്ന് പല നല്ല രസമല്ലേ ഇരുന്ന് ടൈപ്പ് ചെയ്യാൻ. വചനം കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോണം തുടക്കം എന്താ ഒടുക്കം എന്താ പറഞ്ഞെന്ന്. മനസ്സിലാവുന്നുണ്ടോ? പകുതി കേട്ടിട്ട് ആരും ജഡ്ജ് ചെയ്യരുത്. വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നുണ്ട്, ഞാൻ പറയുക. ഈ പാപങ്ങളിൽ നിന്ന് എനിക്കുണ്ടായിരുന്ന പ്രശ്നം, ഞാൻ നോക്കുമ്പോൾ എല്ലാ ദൈവദാസന്മാരും പെർഫെക്റ്റാ, വചനം പറയുന്നവരുടെ എല്ലാം ജീവിതം പെർഫെക്റ്റ് ആണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് വേണ്ട മെസ്സേജ് എന്തായിരുന്നു എന്നറിയാമോ? എങ്ങനെ ഇതിൽ നിന്നൊക്കെ ജയിക്കാമെന്നുള്ള മെസ്സേജുകളായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ മെസ്സേജുകൾ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പാപത്തിന് ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കിടക്കുമായിരിക്കാം, പക്ഷെ നമുക്ക് അങ്ങനത്തെ മെസ്സേജുകൾ കിട്ടുന്നില്ല. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ആരുടെയെങ്കിലും അടുത്ത് എന്നിട്ട് പറയാൻ, പാസ്റ്റർ എന്റെ ഉള്ളിൽ വ്യാജഭാവമുണ്ട്, ഇതിനെ എങ്ങനെ ജയിക്കണമെന്ന് പറയുമ്പോൾ എനിക്കൊരു പേടി, കർത്താവ് ഞാൻ എങ്ങാനും ഈ ദൈവദാസനോട് തുറന്നു പറഞ്ഞ ഈ ദൈവദാസൻ എന്ത് ചിന്തിക്കും. പപ്പായോടും മമ്മിയോടും പറയാൻ അതിനേക്കാൾ വലിയ പേടി. നിന്റെ ഉള്ളിൽ വ്യാജഭാവം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാൻ ഭയങ്കര വിഷമ, പേടിയാ. പക്ഷെ എനിക്കിത് വ്യാജഭാവം പാപമാണെന്ന് അറിയില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ദൈവം എന്നെ ഇവിടെ കൊണ്ട്, ഈ രാജ്യത്ത് കൊണ്ട് എന്നെ, ഞാൻ പറഞ്ഞ തകർത്ത് പണിന്നെന്ന് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ ചില വേദനകളും പ്രയാസങ്ങളും കൊണ്ടിട്ടപ്പോൾ എന്നെ ദൈവം പണി. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, പാവൺ എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിക്കോ, അദ്ദേഹമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതെന്റെ വ്യക്തിപരമായ വേദനയാണ്. അതായത് പാപം അകത്ത് കിടക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇത് കിടക്കുമ്പോൾ ഇതിരുന്ന് വിങ്ങു അകത്തിരുന്ന് ഇതിനകത്ത് പുറത്ത് കളയാൻ പരിശുദ്ധാത്മ പറയുമ്പോൾ നമ്മൾ പൊട്ടിക്കരയും. കാരണം നമ്മൾ അപ്പോഴ അനുതാപത്തിലേക്ക് വരുന്നത്. നമ്മൾ ഇത്രയും നാളും പെന്തക്കോസ്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇങ്ങനെ പോകുക. പക്ഷെ ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് പാപമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയത്തില്ല. ഓ അതൊന്നും കുഴപ്പമില്ല, എല്ലാവർക്കും ഉണ്ടല്ലോ. ഇന്ന് നമ്മളെല്ലാവരും പറഞ്ഞ വാക്കിതാ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും പറയുന്നുണ്ടല്ലോ, എല്ലാവരും പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മുടെ വിചാരം അതാ, എല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്കും ചെയ്യാമെന്നാ. ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ വിചാരം ഇതായിരുന്നു, എന്നിൽ വ്യാജഭാവം ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പം ഞാൻ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ ഇപ്പൊ ആരാ പെരുമാറുന്നത്? ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഇഷ്ടക്കേടോ കാണിക്കാൻ പറ്റും. അപ്പൊ കർത്താവെ അങ്ങ് എന്തോ പറയുന്നത്? എനിക്കിപ്പോ ആ വ്യക്തിയോട് ദേഷ്യമാണ്, ഞാൻ എങ്ങനെയാ പോയി ഇഷ്ടക്കേട് കാണിക്കുന്നത്? കർത്താവ് പറഞ്ഞ അങ്ങനല്ല, അതിനാ നിനക്ക് മാനസാന്തരം ആവശ്യം. അങ്ങനെയാണ് ദൈവം എന്നെ ആ ഇത് പഠിപ്പിച്ചത്. എന്നോട് ഇന്നും രാവിലെ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞ കാര്യം ഇതാ, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പലർക്കും ഈ പാപം മറഞ്ഞു കിടക്കുക, ഇത് വലിയ ഡേഞ്ചർ ആയിട്ട് വരുത്തുന്ന ഒരു വലിയ പാപമാണ്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. വചനത്തിൽ നിന്ന് പറഞ്ഞു തരാം. പത്രോസ്, നമുക്ക് തുറന്ന് സംസാരിക്കാം ഇന്ന്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിലേത് ശിഷ്യരോടാ നിങ്ങളാണെങ്കിൽ ക്ഷമിക്കുന്നത്? ഞാനാണെങ്കിൽ യൂദയോടാ ക്ഷമിക്കാൻ എനിക്ക് ഇഷ്ടം. കാരണം ചുംബനം കൊണ്ടല്ലേ ഒറ്റിക്കൊടുത്തത്, അല്ലേ? നിങ്ങളൊന്ന് ഓർത്തിട്ടുണ്ടോ അത്? യൂദ ചുംബിച്ചല്ലേ ഒറ്റിക്കൊടുത്തുള്ളൂ. യൂദ അടിച്ചില്ല, കുത്തിയില്ല, ദാണ്ടി ഇതാണെന്നൊന്നും പറഞ്ഞില്ല. സ്നേഹത്തോടെ വന്ന് ഉമ്മ തന്നാണ് എന്ത് ചെയ്തത്? ഒറ്റിക്കൊടുത്തത്. എന്നാൽ പത്രോസ് തള്ളിപ്പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അവിടെ എഴുതിയിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷത്തിൽ അത് എഴുതിയിട്ടുണ്ട്, അവൻ ആണയിടാനും പ്രാകുവാനും തുടങ്ങി. വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അതായത് നമ്മൾ പറയത്തില്ലേ, ഞാൻ അങ്ങോട്ട് എന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവർക്ക് ആ വാക്ക് പറയായിരുന്നു, ഞാൻ അവിടെ നിൽക്കുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേദന. നമ്മളെ നിർത്തിക്കൊണ്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞ് ഇന്നും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ലേ? നമ്മൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൊള്ളട്ടം നോർത്ത് പറഞ്ഞ ചില വാക്കുകൾ, ഇതുപോലെ ചിലത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, യേശു കേൾക്കേ ആ പത്രോസ് ഇത് പറയുന്നത്? അവിടെ എവിടെ എഴുതിയിരിക്കുന്നത്? യേശു തിരിഞ്ഞ് അവനെ നോക്കി. തിരിഞ്ഞു നോക്കുമ്പോ കാണണമെങ്കിൽ അവർ എത്ര അടുത്താ നിന്നെ? പത്രോസേ, അറിയത്തില്ല യേശു പുറകിലുണ്ടെന്ന്? അറിയാം. പിന്നെ എന്തിനാ നീ അറിയത്തില്ലെന്ന് നീ പറയുന്നത്? ഭയം കൊണ്ടാ. എന്നെ പിടിച്ചു കൂടെ ക്രൂശിച്ചാലോ, ഭയം കൊണ്ടാ. പക്ഷെ പത്രോസ്, ഞാൻ ചോദിക്കട്ടെ, പ്രാകുക എന്നൊക്കെ പറഞ്ഞ
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? പ്രാകുക. നമ്മുടെയൊക്കെ നാട്ടിൽ പ്രാക്കുകാരുണ്ട് ഒത്തിരി പേര്. ചിലങ്ങ് പ്രാകും നമ്മളെ, ഇല്ലേ? ചില പറഞ്ഞത് എന്റെ അമ്മച്ചി എന്നെ ഒത്തിരി പ്രാഗിയിട്ടുണ്ട്, എന്റെ അപ്പച്ചൻ പ്രാഗിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ കേട്ടിട്ടുണ്ടോ? ഇന്നങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ പ്രാക്കുണ്ട് പലർക്കും. പ്രാക്ക നമ്മളങ്ങ് പ്രാഗ്. ചില അമ്മമാര് മക്കളെ പ്രാകും, ചില അമ്മായിമ്മമാര് മരുമക്കളെ പ്രാകും. പ്രാക്കുണ്ട്. ഇങ്ങനെ പ്രാകുക. ഈ പ്രാകുന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ തറച്ചു നിൽക്കുന്ന വാക്കുകൾ, ഇല്ലേ? നമ്മളെ പ്രാഗിയവരോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുവോ? എന്നാലും സിസ്റ്റർ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, പക്ഷെ പ്രാക്ടീസ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് കട്ടിയുള്ള വാക്കുകളായിരിക്കും പ്രാകാൻ നേരത്ത് ഉപയോഗിക്കുന്നത്. എന്ത് വാക്കെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ പത്രോസ് ശരിക്കും കർത്താവിനെ പ്രാഗി, തള്ളിപ്പറഞ്ഞു. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥമാണ് കർത്താവ് എന്നെ ചേഞ്ച് ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യാജഭാവം എന്നുള്ളത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അതെങ്ങനെ മാറ്റുന്നത്? എനിക്ക് ആ വ്യക്തികളോട് ശരിക്കും ദേഷ്യമുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെ അവരെ സ്നേഹിക്കാൻ പറ്റുന്നത്? അവര് വന്നാൽ എനിക്ക് ദേഷ്യം കാണിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ അറിയാതെ ചിരിച്ചു കാണിക്കും, കാരണം അത് കാണിക്കാൻ പാടില്ല. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ആ മാതൃക. ഞാൻ ഈ പറയുമ്പോൾ ഈ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഞാൻ വായിച്ചത്, ഉണരാൻ, ഉറക്കത്തിൽ നിന്ന് ഉണരാൻ. അപ്പൊ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പാപങ്ങളൊക്കെ അടങ്ങിക്കിടക്കും. നമ്മൾ അറിയുന്നില്ല. ഉണർന്നാൽ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ പുറത്തു വരും. ഉണർന്ന് പുറത്തു വന്ന കർത്താവ് പറയാം, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കർത്താവ് പ്രകാശിക്കും. അതിന്റെ 5-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഇങ്ങനെ പറഞ്ഞു, ആകെ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കാൻ. അതുകൊണ്ട് പറഞ്ഞ ക്രിസ്തുവിനെ അല്ലേ നമ്മൾ അനുകരിക്കേണ്ടത്. അതുകൊണ്ട് ആ ക്രിസ്തു എങ്ങനെയായിരുന്നെന്ന് പഠിപ്പിക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായോ? എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ചിലപ്പം അത്ര അങ്ങോട്ട് സുഖം വരുന്നില്ലായിരിക്കും മെസ്സേജ്. പക്ഷെ ഞാൻ വീണ്ടും പറയുക, ക്ലീനിങ് ആവശ്യമാ ദൈവമക്കളെ, ക്ലീനിങ് ആവശ്യമാ. അല്ലേ കർത്താവ് വന്ന പോകത്തില്ല. കർത്താവ് വന്ന പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ മീറ്റിംഗിൽ ഇപ്പൊ 75 ഡിവൈസേ ഉള്ളൂ. നേരത്തെ 80 ഉണ്ടായിരുന്നു. ഓരോരുത്തരും ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. സാരമില്ല, ലെഫ്റ്റ് ആകുന്നിടം വരെ. ഇന്ന് എല്ലാവരും ലെഫ്റ്റ് ആയി പോയാലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ മതി. മനസ്സിലായി? എനിക്ക് ആളെ കൂട്ടണമെന്നൊന്നുമില്ല, ഇത്ര പേര് വ്യൂ വേണമെന്നൊന്നും എനിക്കില്ല. എനിക്ക് ഇത്ര ഉള്ളൂ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധി പോകണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പറയുക, വ്യാജഭാവം ഉള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, മാനസാന്തരപ്പെടണം. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കിയ നോട്ടത്തിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? മോനെ, എനിക്കറിയാം നിന്റെ സാഹചര്യമാണ്, സാരമില്ല, പക്ഷെ നീ മാറും. നീ നാളെ എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് നിന്റെ ഭാവി അറിയത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് നിന്റെ ഭാവി അറിയാം. കർത്താവ് നോക്കി. ആ നോട്ടത്തിൽ വന്നത് എന്താ പറയാ? ഒരൊറ്റ നോട്ടത്തിൽ പത്രോസ് മാനസാന്തരപ്പെട്ടെന്ന് അവൻ അനുദപിച്ച് കരഞ്ഞു. ഇനി ഞാൻ ചോദിക്കാം, അങ്ങനെ മാത്രമേ അവർ തമ്മിൽ നമുക്കൊരു ബന്ധം കാണാൻ പറ്റുന്നത്? തിരിഞ്ഞു നോക്കുന്നു. പിന്നെ നമുക്ക് പത്രോസിനെ കാണാൻ പറ്റുന്നില്ല. അവിടെ യേശുവിന്റെ കൂടെ പോയെന്നൊക്കെ പറഞ്ഞു, പിന്നെ ഓടിപ്പോയല്ലോ. അവിടെ നിൽക്കുന്നു. യോഹന്നാൻ മാത്രമേ ക്രൂശിന്റെ ചോട്ടിൽ കണ്ടുള്ളൂ. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രാക്ക് കേട്ട യേശു തന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ വാക്കുകളും യേശു ഉള്ളിൽ സംഗ്രഹിച്ചിരുന്നെങ്കിൽ, യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് നല്ല പ്രാതലൊക്കെ ഉണ്ടാക്കി ഈ കുറ്റം പറഞ്ഞ പത്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നോ? ഞാൻ അമ്മച്ചിമാര്, കുറെ ആന്റിമാർ എന്റെ ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് ഒന്നും തോന്നരുതേ. നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളെ പ്രാഗി ഒരു വ്യക്തി 2-3 ദിവസത്തിന് മുമ്പ് പ്രാഗി, 4-ാം ദിവസം വിളിച്ചു പറയാ, ആന്റി ഞങ്ങൾ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണേ. അല്ല വേണ്ട, ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞില്ലെന്നിരിക്കട്ടെ, വീട്ടിലോട്ട് വരുവാന്ന് പറയട്ടെ. നിങ്ങൾ കഷ്ടപ്പെട്ട് തലേന്ന് രാത്രി മാവൊക്കെ അരച്ച് അപ്പോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെക്കുവോ? നമ്മൾ വീട്ടിൽ എന്തോ പറയുമെന്നറിയോ? കഴിഞ്ഞ ദിവസം എന്നെ പ്രാഗിയോളാ, ഇപ്പൊ എന്റെ വീട്ടിൽ വരുന്നെന്ന്. എല്ലാരും ചിരിക്കുവോ? നോക്കിയാൽ മതി. വ്യാജഭാവം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിങ്ങളെ കുത്തിയിരിക്കും. വ്യാജഭാവം ഉണ്ടോന്ന് ഇപ്പൊ നോക്കിക്കോ. ഉണ്ടെങ്കിൽ പോകത്തില്ല കർത്താവ് വന്നാ. വ്യാജഭാവം ഉണ്ടോ? അവരവരെ തന്നെ ശുദ്ധീകരിക്കുക, അവരവരോട് തന്നെ ചോദിക്കുക. എന്തുവാ? ഇന്നലെ എന്നെ പ്രാഗിയോളാ, ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും, ഞാൻ കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്നെ ഇത്രയും വലിയ വാക്കുകൾ വേറെ ആര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവരെന്നെ പറയരുതായിരുന്നു. ഞാൻ എത്ര ഫുഡ് ഉണ്ടാക്കി കൊടുത്തെന്നറിയാം അവർക്ക്, അല്ലേ? ഞാൻ എത്ര പൈസ അവരെ കൊടുത്ത് സഹായിച്ചതാണെന്നറിയാമോ? പക്ഷെ അവരെന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു, പറയരുതായിരുന്നു. ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ പറയുക, യേശു പ്രാതലുണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കുക കടൽ തീരത്ത്. പത്രോസേ, നീ പ്രാഗിയിട്ട്
ഹല്ലേലൂയ. നീ വള്ളം എടുത്ത് പോയി മീൻ പിടിക്കാൻ, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇനി നീ ഒരു വരവ് എന്റെ അടുക്കിലേക്ക് വരും. പക്ഷെ ആ വരവ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റാൻ പോവാ. ചിലര് മാനസാന്തരപ്പെടാൻ കർത്താവ് എന്ന് വിളിക്കുക. അന്നാണ് ശരിക്കും പറഞ്ഞ പത്രോസ് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അതുവരെ ഉറങ്ങിയത് ഭയത്തിന്റെ ഉറക്കത്തിലായിരുന്നെങ്കിൽ എന്താകുന്നുള്ള ഭയത്തിന്റെ ഉറക്കത്തിലാണെങ്കിൽ പത്രോസ് അന്ന് രാവിലെ ആ പ്രാതൽ കഴിക്കാൻ വന്ന വരവുണ്ടല്ലോ, അവൻ ഉറക്കത്തിൽ ഉണർന്നു. ക്രിസ്തു അവനിൽ പ്രകാശിച്ചു. അനേകർക്ക് പ്രകാശം പരത്തേണ്ടതിന് പിന്നീട് ഈ പത്രോസിനെ കർത്താവ് ഉപയോഗിച്ചത്. പത്രോസ് തിരിച്ച് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു വിളിച്ച വിളി എന്താണെന്നറിയോ? കുഞ്ഞുങ്ങളെ. നമുക്ക് വിളിക്കാൻ പറ്റുമോ? നിങ്ങളെ ആ പ്രാഗിയവരുടെ മുഖമൊക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഓർത്ത് വന്നേ. നിങ്ങളെ കുറ്റം പറഞ്ഞവരെയൊക്കെ ഒന്ന് ഓർത്തേ. നിങ്ങളെ തള്ളി പറഞ്ഞവരുടെ മുഖമൊക്കെ ഒന്ന് ലിസ്റ്റ് ആയിരിക്കും. ചിലപ്പോ പേപ്പർ ഡയറി എഴുതേണ്ടി വരുമായിരിക്കും ഇല്ലേ നമുക്കൊക്കെ, ഇല്ലേ? നിങ്ങൾ ഓർക്കണം, ഇന്ന് രാവിലെ മാനസാന്തരപ്പെടാനുള്ള സമയമാ. അതുകൊണ്ടാണ് പറയുന്നത്, ദയവായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇവിടെ രാത്രിയാണല്ലോ, ക്ഷമിക്കണേ. ഞാൻ രാവിലെ പറയുന്നു തോന്നുന്നു, ഞങ്ങൾക്ക് ഇവിടെ രാവിലെ ആയതുകൊണ്ടാണ്. ഞാൻ വീണ്ടും ചോദിക്കാം, ചിലപ്പോൾ ലിസ്റ്റ് ആയിരിക്കും. എനിക്കും ഉണ്ടായിരുന്നു ഒരു പേപ്പറിൽ എഴുതാനുള്ള ലിസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ലിസ്റ്റാ. പക്ഷേ കർത്താവ് എന്നെ ഈ മുഖം കാണിച്ചിട്ട് ചോദിച്ചു, അക്സ, അവരും നീയുമായിട്ടുള്ള ബന്ധങ്ങൾ നീ ചിന്തിക്കുമ്പോൾ നിനക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പത്രോസിനും കൂടെ വേണ്ടിയാ ഞാൻ അടിയേറ്റത്. ഈ പത്രോസിനും കൂടെ വേണ്ടിയാ ഞാൻ മരിച്ചത്. എന്റെ സ്വന്തം ജീവൻ കൊടുത്തു വീണ്ടെടുത്ത ഈ പത്രോസ്, അവന്റെ വള്ളത്തിൽ മീൻ നിറച്ചു കൊടുത്ത ഞാന്, അല്ലെങ്കിൽ അവന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കി എന്നെ, അവൻ ഒരു നിമിഷത്തെ ഭയം കൊണ്ടാണ് അവൻ തള്ളിപ്പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ, ചിലപ്പോൾ നിന്നെ പ്രാഗിയവർ, ചിലപ്പോൾ അവരുടെ വേദനയിലായിരിക്കാം നിന്നെ എന്ത് ചെയ്തത്, എല്ലാം പറഞ്ഞത്. നിനക്ക് അവരോട് ക്ഷമിച്ചുകൂടെ? നീ നിന്റെ ജീവൻ കൊടുത്തൊന്നും അല്ലല്ലോ അവരെ സ്നേഹിച്ചത്. കൊടുക്കുവോ? ഈ പ്രാഗിയവര് നാളെ വന്ന് നിങ്ങളുടെ കിഡ്നി ഒരെണ്ണം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുവോ? കൊടുക്കത്തൊന്നും ഇല്ലല്ലോ. നമ്മൾ കുറച്ച് പൈസയല്ലേ കൊടുത്തുള്ളൂ, അല്ലെ നമ്മൾ കുറച്ച് സഹായമല്ലേ ചെയ്തുള്ളൂ. അത്രയും ചെയ്തിട്ട് നമ്മൾ കണക്ക് പറയുന്നുണ്ട്. കർത്താവ് എവിടെയെങ്കിലും കണക്ക് പറഞ്ഞോ? നമ്മളാണ് ആ പ്രാതലുണ്ടാക്കി അവിടെ ഇരിക്കുന്നെങ്കിൽ നമ്മളാണെന്ന് ഓർത്തു നോക്കിക്ക്. നമ്മൾ എന്ത് പറയുന്നറിയാമോ? അവക്ക് എന്ത് ധൈര്യമുണ്ട് എന്നെ അങ്ങനെ പറയാൻ. നമ്മൾ അപ്പോഴാണ് ലിസ്റ്റ് അങ്ങോട്ട് വരുന്നത് താഴോട്ട്. അപ്പോഴാണ് ഉള്ളിൽ കിടക്കുന്നത് മൊത്തം. വലം കൈ കൊടുത്തത് ഇടം കൈ അറിയരുതെന്ന് പറയും. അന്ന് വലം കൈ കൊടുത്ത ഇടം കൈ അല്ല, ഫേസ്ബുക്ക് തൊട്ട് ലൈവ് ഇട്ട് വേണേ പറയും, എന്നെ ഇങ്ങനെ ഒരാൾ ചതിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവ പൈതലാണെന്ന് തെളിഞ്ഞു വരുന്ന സമയം ഇതാ. കുത്താൻ ചിലതിനെ ഏൽപ്പിക്കാൻ പറയാം നമ്മളിൽ ആരാണെന്ന്. നമ്മളെ കുത്തുമ്പോൾ അറിയാം നിങ്ങൾ ആരാന്ന്. മനസ്സിലായോ? ഇന്ന് അനേക ദൈവദാസന്മാരെ കുത്തുമ്പോൾ അറിയുന്നവരാരാന്ന്. അപ്പോഴറിയാം അവർ യഥാർത്ഥമായി ദൈവഭക്തന്മാരാണെന്ന്. കുത്തുമ്പോ നീ മൗനമായിട്ട് ഇരിക്കാനാ കർത്താവ് പറയുന്നത്. കർത്താവ് മിണ്ടിയില്ലെങ്കിൽ നമ്മൾ മിണ്ടണ്ടെന്ന്. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാ പറയാ, കർത്താവ് പത്രോസിനോട് എണ്ണി എണ്ണി പറഞ്ഞില്ല, പത്രോസെ നീ എവിടെ കിടന്നവനായിരുന്നെന്ന് അറിയാമോ? നിനക്ക് അല്ലെങ്കിൽ ഒരു മീനെ പോലും പിടിക്കാൻ കഴിവില്ലാതെ നീ കിടന്നപ്പോൾ ഞാനല്ലേ നിന്നെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കിയത്, ഞാനല്ലേ നിന്നെ എന്റെ കൂടെ കൊണ്ടു നടന്നത്, ഞാൻ നിനക്ക് എത്ര വട്ട അപ്പം വാഴ്ത്തി ഉറുക്കി തന്നു, നിന്റെ അമ്മാവിയമ്മ വയ്യാതെ കിടന്നപ്പോ ഞാനല്ലേ ചെയ്തത്. ഒന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവിന്റെ പ്രതികരണം എപ്പോഴും സൗമ്യതയിലായിരുന്നു. എന്നെ കർത്താവ് പണിതത് ഇങ്ങനെ. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ഒരു വ്യക്തി നിന്നെ ഹേർട്ട് ചെയ്യുമ്പോൾ, ഒരു വ്യക്തി നിന്നെ മുറിപ്പെടുത്തി സംസാരിക്കുമ്പോൾ, ഒന്നെങ്കിൽ അവരവരുടെ വേദനയിലായിരിക്കാം നിന്നെ അങ്ങനെ പറയുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് നീ എപ്പോഴും ചിന്തിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ദൈവകൃപയാൽ പലപ്പോഴും ഞാൻ ചിന്തിക്കും, എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ അവരെ അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താ? ഭയം കൊണ്ടാണോ? വേദന കൊണ്ടാണോ? ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടാണോ? കർത്താവേ ക്ഷമിക്കാനുള്ള കൃപ തരണം ഞാൻ അപ്പൊ തന്നെ പ്രാർത്ഥിക്കും. പിന്നെ അവരെ സ്നേഹിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അന്ന് കിട്ടിയ കൃപയാ ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കൃപയെ. കർത്താവേ എനിക്ക് ആരുടെ മുമ്പിൽ വ്യാജഭാവം കാണിക്കണ്ട. അത് ഭയങ്കര അഭിനയ ദൈവമക്കളെ. തുറന്ന് ഞാൻ പറയുക, നിങ്ങൾ അഭിനയിക്കല്ലേ. ദൈവം അഭിനേതാക്കളെ കർത്താവിന് വേണ്ട. നിങ്ങൾ അഭിനയിക്കുന്നവരാണെങ്കിൽ ഇന്ന് അഭിനയം നിർത്തിക്കോണം. അതാ പറഞ്ഞ, അഭിനയിക്കാന്ന് പറഞ്ഞെന്താ? ഉറങ്ങുക, ഉറക്കം നടിച്ചുകൊണ്ട് കിടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ചെയ്യരുതേ. വലിയ അപകടത്തിലേക്കാ പോക്ക്. ഇരുട്ടില്ല ഒത്തിരി ഉണ്ട് പറയും. പക്ഷെ എനിക്ക് അറിയത്തില്ല ദേവദാസ, ഞാൻ പറഞ്ഞു വരുന്ന വചനത്തെക്കാൾ പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുന്നതും എന്നെ കൊണ്ടുപോകുന്നതും ചരലിലേക്ക് ഒരു ക്ലീനിങ് ഇന്ന് 22-ാം ദിവസം നടക്കേണ്ടത് ആവശ്യമാ.
ക്രിസ്തു പ്രകാശിച്ചാൽ, പ്രകാശം വന്നാൽ മറഞ്ഞു കിടക്കുന്നതെല്ലാം തെളിവായി വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതല. ക്ലീനിങ് നടക്കാതെ ഈ ഭൂമിയിൽ എന്തും നന്മ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളെ നിത്യതയിൽ എത്തിക്കത്തില്ല. കർത്താവിനെ അറിഞ്ഞിറങ്ങി തിരിച്ച ദൈവമക്കളെ, ഞാൻ വീണ്ടും പറയാം, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള നോട്ടവും നടപ്പും ഇരിപ്പും എല്ലാം. കർത്താവിന്റെ വരവായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതിനപ്പുറമായ നന്മയെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നാൽ നിങ്ങൾ മരിച്ചവരുടെ കൂട്ടത്തിലാണ് ഇവിടെ പറഞ്ഞത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. മരിച്ചവരെന്ന് പറഞ്ഞ എന്താ? എന്തോ ഈ മരിച്ചവരെന്ന് പറയുന്നത്? ഏത് മരണോ? നമ്മുടെ ചുറ്റും കർത്താവിനെ അറിഞ്ഞവർക്കല്ലേ ജീവനുള്ളൂ. യേശുവിനെ സ്വന്തം രക്ഷിതാവ് ജീവിച്ചവർക്കല്ലേ ജീവനുള്ളൂ. കർത്താവിനെ അറിയാത്തവരുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ ജീവിതം. അപ്പൊ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവര് ജീവിക്കുന്ന പോലെ ജീവിക്കുക. അവരുറങ്ങുന്നു, അവർ കാണിക്കുന്ന പോലെ നിങ്ങളും കാണിക്കുക. അവർ കണ്ണടച്ച് കിടക്കും, നിങ്ങളും കണ്ണടച്ച് കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? മരിച്ചവരുടെ കൂട്ടത്തില. ഇതിനകത്ത് മരിച്ചവരാരെ ഉറങ്ങുന്നവരാരെന്ന് അറിയാൻ പറ്റാത്ത ഒരുപോലെ തലത്തിൽ പോവാ. എന്നാ കർത്താവ് പറയും, മക്കളെ എഴുന്നേറ്റേ, എഴുന്നേക്കാൻ സമയമായി, ഞാൻ വരാറായി. ഇനി ഇങ്ങനെ ഉറങ്ങി മരിച്ചവരുടെ കിടന്നാണ്ടല്ലോ ക്രിസ്തു നിങ്ങളിൽ പ്രകാശിക്കത്തുമില്ല, പോകത്തുമില്ല. അതുകൊണ്ട് പറയുക, ഇന്ന് വീണ്ടും പറയുക, വ്യാജഭാവം നമ്മൾ നീങ്ങണം. ഈ പത്രോസിനെ യേശു വിളിച്ച് പ്രാതല് കൊടുത്തിട്ട് അപ്പോൾ പത്രോസിന്റെ കണ്ണു തുറന്നിട്ട് പത്രോസ് കരയുക അനുതാപത്തോടെ. എന്നിട്ട് കർത്താവ് ചോദിക്കുന്ന കാര്യമുണ്ട്, മോനെ നീ ഇവയിലധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പഴയതൊന്നും കുത്തിപ്പൊക്കുന്നില്ല, പഴയതൊന്നും കുത്തിപ്പൊക്കരുത്. ദൈവമക്കളെ, നിങ്ങളോട് ആരെങ്കിലും ക്ഷമ പറയാൻ വന്ന ഹൃദയപൂർവ്വം അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാ പറയുക, ദൈവസന്നിധി ഇരിക്കണം. എന്റെ ജീവിതത്തിൽ എന്നാ പറഞ്ഞു തരുന്നത്, എന്നിൽ വ്യാജഭാവം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ചിലരെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ പറ്റും. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ കർത്താവിനോട്, അപ്പൊ എനിക്ക് പറ്റത്തില്ല. കാരണം അവരത്രയ്ക്ക് കട്ടിയുള്ള വാക്കുകൾ എന്നോട് പറഞ്ഞത്. എന്റെ ഹൃദയത്തിൽ ശരിക്കും മുറിവുണ്ട് കർത്താവ്. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മുറിവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ മുറിവ് ഉണങ്ങണം. ഈ മുറിവ് ഉണങ്ങിയില്ലെങ്കിൽ അപകടം ചെയ്യും. ഞാൻ പറഞ്ഞപ്പ ഞാൻ എന്നതാ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്റെ അടുക്കവാ, എന്റെ സന്നിധി ഇരിക്കും, ഞാൻ നിന്നെ ഉണക്കാം. എന്നിട്ട് ഈ പത്രോസിന്റെയും യേശുവിന്റെയും കാര്യമാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. എന്നോട് പറഞ്ഞ കാര്യത, യേശു പത്രോസിനെ കണ്ട ദിവസം കർത്താവ് പത്രോസിനെ കുഞ്ഞെ എന്ന് വിളിച്ച് അവനെ അടുക്ക വിളിച്ച് സ്നേഹം കൊണ്ട് പത്രോസിനെ നേടിയെടുത്തു കർത്താവ്. ഒരു വട്ടമെങ്കിലും കർത്താവ് പഴയത് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു. പത്രോസ് ആ പോക്ക് പോയതിന്. എന്നാൽ കർത്താവ് പറയാ, സാരമില്ല. പത്രോസിൽ കർത്താവ് കണ്ടത് അനേക സഭകളെ സ്ഥാപിക്കുന്ന ഒരുവനെ, കർത്താവിന് വേണ്ടി തലകീഴായി ക്രൂശിക്കുവാൻ പറയുന്ന സ്നേഹം കൊടുക്കുന്ന ഒരു പത്രോസിനെ കർത്താവ് കണ്ടു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അത് ഏതു വ്യക്തി ആയിക്കോട്ടെ, ഒരാത്മാവ് കർത്താവിന് വിലപ്പെട്ടതാ. പലപ്പോഴും ദൈവമക്കളായി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, പുറത്തുള്ള ആത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഒരാത്മാവ് പോലും നഷ്ടമാവരെന്ന് പറയുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഏതാ? പുറത്തുള്ളവരാ, ജാതികളാ. അല്ല ദൈവമക്കളെ, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഒരു ആത്മാവാ, തലമുറ നിങ്ങളുടെ ഒരു ആത്മാവാ, അമ്മായിയമ്മയും അമ്മായിയപ്പനും സഹോദരങ്ങളും നാത്തുമാരും നിങ്ങളുടെ ആത്മാവാ. നിങ്ങൾ ക്ഷമിക്കാത്തത് കൊണ്ടും നിങ്ങൾ സഹിക്കാത്തത് കൊണ്ടും നിങ്ങൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടും ഒരു വ്യക്തി ആ വേദനയിൽ മരിച്ചു പോയാൽ, ആ ഒരു വ്യക്തി കർത്താവിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ, ഞാൻ പറയുക, നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. പുറത്തിനി 1000 പേരെ ഞാൻ നേടിയാലും എന്റെ സ്വന്തം എനിക്ക് തന്നവരെ, അതുകൊണ്ട് കർത്താവ് പത്രോസിനെ നേടി. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് ചോദിക്കത്തില്ലായിരുന്നു? ഇല്ലേ ദേവദാസ? പത്രോസ് പിന്മാറ്റത്തിൽ പോയിരുന്നെങ്കിലോ, കർത്താവ് ഒന്ന് പഴയത് വിളിച്ചു പറഞ്ഞല്ലേ, പത്രോസ് പിന്മാറ്റത്തിൽ പോയിരുന്നെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലായിരുന്നു, കർത്താവിന് പത്രോസിനെ നേടാൻ പറ്റിയില്ല എന്ന് പറയത്തില്ലായിരുന്നു? കർത്താവ് ഇവിടെ എന്താ കാണിച്ചത്? മക്കളെ, എന്നെ വേദനിപ്പിച്ച, എന്നെ ഒറ്റിക്കൊടുത്ത, എന്നെ പ്രാഗ്യ പത്രോസിനെ എനിക്ക് സ്നേഹിച്ച് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ, ഇവിടെ എഫേസ്യർ 5:1 പറയാ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. എന്നെ അനുകരിക്കാൻ കർത്താവ് പറയുക. ഞാൻ എന്താ ചെയ്തത്? പത്രോസിനെ സ്നേഹത്തിൽ ഉൾക്കൊണ്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളണമെന്നവരെ, നിങ്ങളെ പ്രാഗ്യവരെ നിങ്ങൾ സ്നേഹം കൊണ്ട് ഉൾക്കൊള്ളണം. പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ ചെയ്ത കാര്യം പറഞ്ഞ, ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയത്തിനോട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് പറ്റുന്നില്ല. അതിനാണ് ഉപവാസവും പ്രാർത്ഥനയും. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ ഒരു കാര്യം നിങ്ങൾക്കൊരു ഏറ്റവും വലിയൊരു മർമ്മം പറഞ്ഞു തരാം. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുമല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ട്, തലമുറയുടെ വിഷയം, കുടുംബജീവിതത്തിലുള്ള വിഷയം, ഇതെല്ലാം പ്രാർത്ഥിച്ചു. പക്ഷെ അത് കുറച്ച് ദിവസത്തേക്കിനൊന്ന് മാറ്റി വെച്ചിട്ട്
ഈ 22 തൊട്ട് ബാക്കിയുള്ള 40 ദിവസം വരെയുള്ള ഉപവാസത്തിൽ ആ വിഷയം മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കരുതെന്നല്ല, മാറ്റിവെക്കാൻ പറഞ്ഞ അല്പ ദിവസങ്ങളിലേക്ക് നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ റെഡിയായ 22 തൊട്ട് 40 വരെയുള്ള ദിവസം, കർത്താവേ ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചത് എന്റെ ഭൗതിക വിഷയത്തിന് വേണ്ടിയായിരുന്നു. എനിക്കറിയാം അത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് കർത്താവേ. പക്ഷേ ഇന്നത്തെ ഈ വചനത്തിന് മുമ്പിൽ എന്നെ ഏൽപ്പിക്കുക. എനിക്കൊരു മാനസാന്തരം ആവശ്യം. എവിടെയെങ്കിലും എന്നിൽ ഉന്നതഭാവം നിങ്ങള ഹൃദയമുണ്ടോ? ഞാൻ ഉറങ്ങുവാണോ? ആത്മീക ഉറക്കത്തിലാണോ ഞാൻ? ഇന്നത്തെ ഈ ദൈവവചനം എന്നെ ഉണർത്തിയെങ്കിൽ കർത്താവ്, എന്നിൽ എവിടെയെങ്കിലും വ്യാജഭാവമുണ്ടോ? മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാവം, എന്റെ ഹസ്ബൻഡിനോടുള്ള മനോഭാവത്തിൽ, എന്റെ അമ്മായിമ്മയോട്, എന്റെ അമ്മായിയപ്പനോട്, എന്റെ സഹോദരങ്ങളോട് എനിക്ക് വ്യാജഭാവമാണോ? ആണെങ്കിൽ അപ്പാ, എന്നിൽ ഒരു മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ. അതിനെ ഈ 4:32 കൂടെ ഒന്ന് വായിക്കുക. നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. എന്നിട്ടാ പറയുന്നേ, ആകയാൽ ക്ഷമിച്ചാലേ നമ്മൾ പ്രിയമക്കളാവത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുമ്പോൾ എല്ലാത്തിനും ആ വ്യക്തിക്ക് പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർ പ്രിയമക്കളെന്നാണ്. ചിലർ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ, കേട്ട ദേവദാസ, എനിക്ക് പലപ്പോഴും തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ചിലർ എന്നെ വിളിച്ചു പറയും, അക്സസിസ്റ്റർ എന്റെ വിഷയത്തിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉറപ്പാ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കും. പറയും, ആസാദിയിലും ആരോമയിലും ഒക്കെ സിസ്റ്ററുടെ ടെസ്റ്റിമണി കേട്ടു, എല്ലാ പ്രാർത്ഥനയ്ക്കും കർത്താവ് മറുപടി തന്നു. ഞാൻ പറഞ്ഞു, അത് ഏറ്റവും വലിയ അബദ്ധധാരണയാണ്. ചിലതിന് തന്നു, എനിക്ക് കിട്ടണ്ടാത്തതിനൊന്നും ഇന്നും മറുപടി തന്നിട്ടില്ല. എനിക്ക് അരുതാത്തതൊന്നും ദൈവം എനിക്കിന്ന് മറുപടി തന്നിട്ടില്ല. വേണ്ടത് തന്നു, അത്യാഗ്രഹത്തിന്റെ ഒന്നും ആൻസർ തന്നിട്ടില്ലെന്ന് പറഞ്ഞെന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അയ്യോ, എല്ലാ പ്രാർത്ഥനയ്ക്കും എനിക്ക് മറുപടി തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് ഇരിക്കത്തില്ലായിരുന്നു. എന്നാൽ തരേണ്ടതിന് കർത്താവിന്റെ ഇഷ്ടം പോലെ തന്നു, എന്റെ ഇഷ്ടത്തിനല്ല തന്നത്. ഞാൻ ചോദിച്ചതെല്ലാം, ചിലർ ചിന്തിക്കുന്നതാ ഞാൻ ചോദിക്കുന്നതെല്ലാം കർത്താവ് തന്നതാ. ഇല്ല, ഞാൻ ചോദിച്ചതുപോലെ അല്ല കർത്താവ് എനിക്ക് ആൻസർ തന്നത്, കർത്താവിന്റെ ഇഷ്ടപ്രകാരം ആൻസർ തന്നത്. മനസ്സിലായോ? ഞാൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് അമേരിക്ക വേണ്ടെന്ന്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന അമേരിക്കയില. എനിക്ക് അമേരിക്കൻ ദേശത്തോട് ഇതുണ്ടല്ലോ, എനിക്ക് അമേരിക്ക വരാൻ താല്പര്യം ഇല്ലാഞ്ഞ ഒരാളായിരുന്നു. എനിക്ക് ഇന്ത്യയിൽ സാധാരണ ഒരാളെ കല്യാണം കഴിച്ച് എന്റെ അപ്പയുടെ അമ്മയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു കൊച്ചാ ഞാൻ. അതുകൊണ്ട് എനിക്ക് വന്ന കല്യാണാലോചനകളെല്ലാം ഞാൻ മാറ്റി വിട്ടു. എന്നാൽ കർത്താവ് ലാസ്റ്റ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല, നിനക്കുള്ളവൻ അവിടെ ആ രാജ്യത്ത്, എനിക്ക് നിന്നെ കൊണ്ട് കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന്റെ വേല ഞാൻ ഒട്ടും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ എല്ലാ പ്രാർത്ഥനയ്ക്കും ഞാൻ ഉദ്ദേശിച്ചവനാണ് മറുപടി എന്ന് പറയണം. ഞാൻ ലിസ്റ്റ് കണക്കിന് കൊണ്ട് തരാം. നേഴ്സിംഗ് എനിക്ക് വേണ്ട കർത്താവ്, ഞാൻ നേഴ്സ് ആവത്തില്ല. കർത്താവ് പറഞ്ഞു നീ നേഴ്സ് ആവണം. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ചോദിച്ചതുപോലെ എല്ലാം മറുപടി ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് ഇരിക്കത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ ചോദിച്ചതുപോലെ അല്ല കർത്താവ് എനിക്ക് മറുപടി തന്നത്, കർത്താവിന്റെ ഇഷ്ടം പോലെ എനിക്ക് ആൻസർ തന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് മറുപടി തരണമെങ്കിൽ നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ എന്ന്? അപ്പോഴേ കർത്താവ് യെസ് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിരുന്ന ഇന്ന് എത്ര പേര് സൂം തുറന്ന് ഇങ്ങനെ ഇരുന്നേനെ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് ചില സമയത്ത് ഒത്തിരി സങ്കടം, കർത്താവ് മതി കർത്താവ്, എന്നെ അങ്ങ് എടുക്കുക കർത്താവ്, എനിക്ക് പറ്റത്തില്ല കർത്താവ്. അപ്പൊ കർത്താവ് യെസ് മോളെ ആൻസർ തന്നേക്കുന്നു, കയറി പോരാൻ പറഞ്ഞിരുന്നെങ്കിലോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ. നമ്മൾ ചോദിക്കുന്നതെല്ലാം കർത്താവ് ആൻസർ തരാനായിരുന്നു നമ്മൾ ജീവനോട് ഇരിക്കത്തില്ല. എന്നാൽ കർത്താവ് പലതും നമ്മൾ ചോദിക്കുന്നത് പോലെ തരാതെ ചിലത് വൈകിക്കുന്നതിന്റെ ഉത്തരം കാരണം എന്താ പറയുക, കർത്താവിന് നിങ്ങളെ പഠിപ്പിക്കണം. മോനെ, നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഞാൻ തന്നാൽ ചിലപ്പോ ഇത് നിങ്ങളെ നിത്യതയിൽ എത്തിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയാ, ഞാൻ അതങ്ങ് ബ്ലോക്ക് ചെയ്യും, വേണ്ട. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഉത്തരം നിനക്ക് തരാം. ആ ഉത്തരം ചിലപ്പോൾ നിനക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷെ എനിക്കറിയാം ആ ഉത്തരം നിന്നെ നിത്യതയിൽ എത്തിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്വർഗീയ നിത്യതയിൽ എത്തിക്കാൻ തടസ്സമായ ഒരു ഉത്തരങ്ങളും നമുക്ക് വേണ്ട. ഇന്ന് രാത്രി ഞാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയാൻ പറ്റും, കർത്താവേ എന്റെ ഉള്ളിൽ പാപം മറഞ്ഞു കിടപ്പുണ്ട്, എനിക്ക് മറ്റുള്ളവരെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ദൈവമക്കൾ ഉപദേശത്തിലേക്ക് മടങ്ങി വരണം കേട്ടോ, ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. നിങ്ങളെ ഉയർത്തും എന്നുള്ള മെസ്സേജ് പറയാൻ എനിക്കും അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഈ കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത്, അങ്ങനത്തെ മെസ്സേജുകൾ പറയാത്ത നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കാനുള്ള ആഹ്വാനമായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ അതിനായി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിന്റെ വരവിന് തടസ്സമായി ഒരു നന്മയും നമുക്ക് വേണ്ട. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ എന്റെ തലമുറയ്ക്ക് ഈ വിസ തടസ്സമാണെങ്കിൽ വിടണ്ടെന്ന് പ്രാർത്ഥിക്കാനുള്ള മാതാക്കൾ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കണം. കർത്താവെ, എന്റെ തലമുറയുടെ വാഗ്ദത്തത്തിനല്ല, എന്റെ തലമുറ നിത്യത
നിത്യതയിൽ എത്താൻ തടസ്സമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവാഹാലോചനയെങ്കിൽ അത് വേണ്ട. പകരം കർത്താവ് എന്റെ തലമുറയെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ആ പാത്തിലേക്ക് കൊണ്ടുവരുന്ന മറുപടികൾ മതി എനിക്ക്. ഇച്ചിരി പാടാ പ്രാർത്ഥിക്കാൻ. പക്ഷെ അത് പ്രാർത്ഥിക്കാത്തടത്തോളം നിങ്ങൾ ഉറങ്ങുന്നവരാണ്, ഉണർന്നിട്ടില്ല. ആത്മിക മനുഷ്യൻ ഉണർന്നിട്ടില്ല. നിങ്ങൾ മരിച്ചവരുടെ ഇടയിലാണ് ഇന്നും കിടക്കുന്നത്. മരിച്ചവർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത. ലോകത്തിന് വലുതെന്ന് കാണുന്നവരുടെ പ്രാർത്ഥനകളാണ് അങ്ങനെ. എന്നാൽ നിത്യത കണ്ട ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും, എനിക്ക് നിത്യത മതി. ഈ ലോകത്തിന്റെ ഒന്നും എന്നെ മാടി വിളിക്കരുത്. യെരൂശലേം പുത്രിമാര് ചുറ്റും നിന്ന് രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ എന്താ പറഞ്ഞ, ഈ ലോകത്തിന്റെ കുമള പോലെ പൊട്ടി ചിന്നി ചിതറുന്ന ഈ ലോകത്തിലെ മായകൾ കണ്ട് നിങ്ങൾ കണ്ണു വിട്ടുപോയാൽ കർത്താവ് വരും, മണവാട്ടി സഭ എടുക്കപ്പെടും. നിങ്ങൾ UK വിസയും കിട്ടും, കാനഡ വിസയും കിട്ടും, ഇവിടെ കിടക്കും. സന്തോഷിക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം അതാ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി കിട്ടിയിട്ട് കർത്താവ് വന്ന് പോയില്ലെങ്കിൽ വിസ കയ്യിലിരിക്കുവോ? പാസ്പോർട്ട് കയ്യിരിപ്പുണ്ട്, ടിക്കറ്റും കയ്യിലിരിപ്പുണ്ട്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. മനസ്സിലായോ? ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വിസയും ടിക്കറ്റും ഒക്കെ. കടം മാറി, സ്വന്തമായിട്ട് വീടായോ ആയി, കർത്താവ് വന്ന് പോയില്ല. വീട്ടിൽ സമാധാനത്തോടെ കിടക്കാൻ പറ്റുമോ ദൈവമക്കളെ? പറ്റത്തില്ല. നാട്ടുകാർ കല്ലെറിയും. മനസ്സിലായോ? കാരണം കർത്താവിന് വരെങ്കിൽ എടുക്കപ്പെട്ടില്ലെന്ന്. ഞാൻ വീണ്ടും പറയുക, ഭയക്കണം. ദൈവമക്കളെ ഉറക്കത്തിൽ നിന്ന് ഉണരണം. ഈ ഉണർന്നിട്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാമോ? കർത്താവിന്റെ ഇഷ്ടം. ഞാൻ പെട്ടെന്ന് ആ വാക്യം ഒന്ന് വായിക്കുക. 4:5-9 ഇങ്ങനെ പറയുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും. കർത്താവിന് പ്രസാദം എന്തെന്ന് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശുദ്ധീകരണം, അകത്തൊരു മാനസാന്തരം നടക്കണം. ഈ 2 പാപം ഇന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് എന്താണെന്നറിയോ? ഉന്നത ഭാവം, നികള ഹൃദയം ദൈവമക്കളിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്റെ നോ ഉണ്ടാവരുത് ദൈവമക്കളെ. ഞാൻ ഉണ്ടാക്കി, ഞാൻ ജോലി ചെയ്തു, ഒരിക്കൽ പോലും അറിയാതെ പോലും ആ നാവിൽ നിന്ന് അങ്ങനത്തെ വാക്കുകൾ വരരുത്. കർത്താവിന്റെ കൃപയാ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും ഭയം തോന്നിയിട്ടുണ്ട് ദൈവമക്കൾ അങ്ങനെ പറയുമ്പോൾ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ വീട്ടിൽ നിന്ന് നീ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ആ ഓക്സിജന്റെ അളവൊന്നും നിന്നാ മതി, തീരും. എന്റേന്ന് പോലും പറയാൻ നാവ് പൊങ്ങത്തില്ല. നെവർ. ഞാനില്ല, എന്റെ ഇല്ല, നിന്നത് കൃപയാല. ഈ ലോകത്തിലുള്ള എത്ര പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്. ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ നടന്നപ്പോ കണ്ടതാണോ നമ്മൾ? കേരളീയർ കണ്ടതാണോ? എല്ലാം ഒലിച്ചു പോകുന്നത് കണ്ടതാണോ? ഞാൻ നേടിയെന്ന് പറയാൻ നമുക്കൊന്നുമില്ല. തന്നത് കർത്താവാ, നിൽക്കുന്നത് കൃപയാല. ആകയാൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവജനം ഉണരണം. ദൈവമക്കളിൽ നിന്ന് സകല വ്യാജ ഭാവവും മാറ്റണം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. 1 പത്രോസ് 2-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ആകയാൽ സകല ദുഷ്ടതയും. ദേവദാസ, ഞാൻ പണ്ടോർത്ത് ഇതൊക്കെ പുറത്ത് പ്രസംഗിക്കണമെന്നാ. അല്ല, സഭയ്ക്കുള്ളിൽ എന്ന് പ്രസംഗിക്കേണ്ടത്. എല്ലാ ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും നീക്കണം. എന്നിട്ട് എങ്ങനെ ആവണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആകണം. അതിന് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. വചനം, ഞാൻ ചോദിക്കട്ടെ, വചനം ഡെയിലി വായിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ കുത്തിയിരിക്കും. നിങ്ങളുടെ പാപങ്ങൾ തുറന്ന് കാണിച്ചാൽ നിങ്ങൾ ക്ലീൻ ചെയ്താൽ നിങ്ങൾ ഉണരും. ഉണർന്നാൽ നിങ്ങൾ കർത്താവ് പ്രകാശിക്കും. കർത്താവ് പ്രകാശിച്ചാൽ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരിക്കൽ പോലും നിങ്ങൾ പറയത്തില്ല, സിസ്റ്ററെ എനിക്ക് അറിയത്തില്ല അടുത്ത സ്റ്റെപ്പ് എന്താ എടുത്തു വെക്കേണ്ടത്. അന്ധകാരത്തിലുള്ളവർക്ക് അടുത്ത സ്റ്റെപ്പ് കാണാൻ പറ്റാത്ത, ശരിക്കും അങ്ങനെയുള്ളവർ അന്ധകാരത്തില. അടുത്ത സ്റ്റെപ്പ് എന്താന്നൊരു ഒരു ഇത് കിട്ടുന്നില്ല. കാരണം എന്താ? ഇരുട്ടില്ല, അടുത്ത സ്റ്റെപ്പ് കാണാൻ പറ്റത്തില്ല. പക്ഷെ വെളിച്ചം ഉദിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. വെളിച്ചം വന്നാൽ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് കാണാം. വെളിച്ചം വന്നാൽ മുഖങ്ങൾ വ്യക്തമായിട്ട് കാണും. വെളിച്ചം വരാത്തതിന്റെ കാരണമാണ് പറഞ്ഞത്, മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുക, കണ്ണടച്ചായിരിക്കുന്നേ. ഈ കണ്ണ് തുറക്കപ്പെടണമെങ്കിൽ സത്യവചനം നിങ്ങൾ വായിക്കണം. ആകയാൽ ഈ വചനത്തിന് മുമ്പിൽ നിങ്ങൾ എല്ലാവരും ഒരു നിമിഷം നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ഞാൻ എന്നെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞു, എന്നെ തന്നെ ഏൽപ്പിച്ച് ഞാൻ ഒരുങ്ങുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തന്നെ നോക്കിക്കേ. കർത്താവേ, എന്റെ ജീവിതത്തിലുണ്ടോ എവിടെയെങ്കിലും എന്റെ നാവ് കൊണ്ട്, ഹൃദയം നിറഞ്ഞു കവിയുന്ന വായ സംസാരിക്കുന്നത് എവിടെയെങ്കിലും ഉന്നതഭാവമോ നികള ഹൃദയമോ എന്റെ വാ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്റേത്, ഞാൻ ഉണ്ടാക്കി,
ഞാൻ സമ്പാദിച്ചത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പ എന്നോട് ക്ഷമിക്കണേ, അങ്ങയുടെ കൃപയാ. താഴ്മ തരണമേ. താഴ്മയുള്ളവർക്കും മനോവിനയമുള്ളവരെയും കർത്താവ് സഹായിക്കും. മനസ്സിലാവുന്നുണ്ടോ? താഴ്മ. 2, എവിടെയെങ്കിലും എനിക്ക് ആരോടെങ്കിലും വ്യാജഭാവമുണ്ടോ? എന്റെ ഭർത്താവിനോടായിക്കോട്ടെ, എന്റെ ഇൻലോസിനോടായിക്കോട്ടെ, എന്റെ സഭയിലുള്ളവരോടായിക്കോട്ടെ, ദൈവദാസന്മാരോടായിക്കോട്ടെ, ആരോടെങ്കിലും കർത്താവ് എനിക്ക് വ്യാജഭാവമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നിൽ നിന്ന് അത് മാറ്റണേ അപ്പ. എന്നെ എത്ര മുറിപ്പെടുത്തിയാലും അവരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാനുള്ള മനസ്സിലേക്ക് എന്നെ വരുത്തണമെന്ന് എത്ര പേര് ഇന്ന് രാത്രി അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയുക, ഉണർന്നു കഴിഞ്ഞാൽ ക്രിസ്തു പ്രകാശിക്കും നിങ്ങൾ. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഈ 72 ഡിവൈസിൽ കയറി ഒരു വ്യക്തി പോലും ഇവിടെ കാണരുത്. കർത്താവ് വന്ന എല്ലാവരും കർത്താവിന്റെ വരവിൽ ഒരുങ്ങണം. അതിന് എന്ത് ചെയ്യണം? ആദ്യം ഉറക്കത്തിൽ നിന്നുണരണം. ആകയാൽ ഉറക്കത്തിൽ നിന്നുണരുക. കർത്താവ് നിങ്ങളിൽ പ്രകാശിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം.